intrusive landforms and what are extrusive landforms. This we'll study in detail also. Okay. The molten rock materials find their way to the surface from asthenosphere. നമ്മൾ ആദ്യം പറഞ്ഞത് അതായത് എർത്തിന്റെ ക്രസ്റ്റും മാന്റിലിന്റെ ടോപ്പ് പോർഷനും കൂടെ ചേരുന്ന ഒരു റീജിയൻ ഉണ്ട്, നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയാം. ലിത്തോസ്ഫിയറിന് താഴെ ഒരു മോൾട്ടൺ റീജിയൻ ഉണ്ട്, വിച്ച് ഈസ് ഇൻ എ ഹൈലി വിസ്കസ് സ്റ്റേറ്റ് ആൻഡ് ഹാവിങ് ഹൈ ടെമ്പറേച്ചർ. ആ റീജിയൻ നമ്മൾ എയ്സ്തനോസ്ഫിയർ എന്ന് പറയും. ഈ എയ്സ്തനോസ്ഫിയറിൽ നിന്നാണ് നമ്മുടെ ഈ മാഗ്മ നമുക്ക് കിട്ടുന്നത്. സോ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ഫൈൻഡ് ദ വേ ടു ദ സർഫസ് ഫ്രം ദ എയ്സ്തനോസ്ഫിയർ. എവിടെയെങ്കിലുമൊക്കെ ഇത് കോറിൽ നിന്നാണ് വരുന്നില്ലെങ്കിൽ ലോവർ പോർഷൻ ഓഫ് മാൻഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വന്നാൽ അതൊക്കെ നമുക്ക് തെറ്റാന്നറിയണം, കാരണം ഇറ്റ് കംസ് ഫ്രം ദ എയ്സ്തനോസ്ഫിയർ. ഓക്കെ, ദെൻ അതിന് നമ്മൾ പറഞ്ഞു അതിനകത്തുള്ളതിനെ മാഗ്മ എന്നും പറയും. വെൻ ഇറ്റ് റീച്ചസ് ദ സർഫസ് ഇറ്റ് ഈസ് നോൺ ആസ് ലാവ. ഓക്കെ, these are some of the very basic terms that you must know about volcanism. ഒന്ന് is that a volcano is a place or a region. കാരണം നമ്മുടെ ഒരു മൗണ്ടന്റെ കോൺസെപ്ഷൻ ഒന്ന് മാറ്റണം, കാരണം അതൊരു റീജിയനിലൊക്കെ വേണം സംഭവിക്കാം. സോ നെസസറി ഷുഡന്റ് ബി എ പോയിന്റ് ഫെനോമിനൻ. ഒരു ലാർജ് ഏരിയ കൂടെ ഇതൊക്കെ സംഭവിക്കും, കാരണം നമ്മുടെ ഡെക്കൻ ട്രാപ്സ് ഒക്കെ ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി ഫോം ചെയ്തേക്കാണ് over such large area. So it's a place where gases, ashes or molten rock material പലതും കാണാം. നമ്മൾ പഠിക്കും പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ, വോൾക്കാനിക് ബോംബ്സ്, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. സോ വേർ ഓൾ ദീസ് മെറ്റീരിയൽസ് ഫ്രം അതിൻ്റെ ഏറ്റവും ബേസിക് എർത്തിന്റെ ഇന്റീരിയർ, സംതിങ് ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് എസ്കേപ്സ് ടു ദ സർഫസ്. സോ ദാറ്റ് റീജിയൻ ഈസ് എ വോൾക്കാനോ, ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് എ റീജിയൻ ഓഫ് ഒരു വോൾക്കാനിസം. പിന്നെ the next thing അതിൻ്റെ ഒരു എന്തൊക്കെയാണ്, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് മൂവ്മെന്റ് ഓഫ് മോൾട്ടൺ റോക്ക് ഓൺ ടു എർത്തിന് സർഫസിലേക്ക്, ഇല്ലെങ്കിൽ ടുവേർഡ്സ് ദ എർത്ത് സർഫസ്. അപ്പോൾ ഇതിൽ ഏത് വേണതാവാം. ആൻഡ് ഫോർമേഷൻ ഓഫ് മെനി ലാൻഡ് ഫോംസ്. then the material in the upper part, നമുക്ക് മാഗ്മയും ലാവയും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. സോ ദ ഒറിജിൻ, ഇതിന്റെ ഉത്ഭവം എഴുതാനോ അവിടെയുള്ള ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയലിനെ നമ്മൾ മാഗ്മ എന്ന് വിളിക്കും. അവിടെ നിന്ന് സർഫസിലേക്ക് വന്നു കഴിയുമ്പോൾ യു വിൽ കോൾ ഇറ്റ് ആസ് ലാവ. നമ്മുടെ NCERT വോൾക്കാനിക്സിനെ കുറിച്ച് അവർ പറഞ്ഞേക്കുന്നതിൽ അവർ ലാൻഡ് ഫോംസിനെ കുറിച്ചൊക്കെയാണ് ബേസിക്കലി, പിന്നെ ടൈപ്സും ആണ്. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റഡി സം എക്സ്ട്രാ അബൌട്ട് വോൾക്കാനിസം. ഓക്കെ, ഇപ്പം ഇത്രയും ഓക്കെ അല്ലേ നമുക്ക് ഒരു ജനറൽ ഐഡിയ ആസ് എൻ ഇൻട്രൊഡക്ഷൻ? ഈ പാർട്ടിക്കിൾസ് ഇല്ലെങ്കിൽ ഇത്രയും പാർട്ട് ഓഫ് ദ ക്ലാസ് ഇസ് ഓക്കെ, റൈറ്റ്? Yes, sir. Okay, then moving on to the next part, the material. അതായത് ഇച്ചിരി മുമ്പ് പറഞ്ഞത്, ഈ നമ്മുടെ സർഫസിൽ എത്തുന്ന മെറ്റീരിയൽസിൽ നമുക്ക് ലാവ ഫ്ലോസ് ഉണ്ടാവാം, പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ് ഉണ്ടാവാം, വോൾക്കാനിക് ബോംബ്സ് ഉണ്ടാവാം, ആഷ്, ഡസ്റ്റ്, ഗ്യാസസ്. മീൻസ് ഇത് ആ ഒരു എന്താ പറയുക മോൾട്ടൺ റോക്ക് മാത്രമല്ല, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെനി തിങ്സ്. എ ലോട്ട് ഓഫ് തിങ്സ് ആർ ബീങ് ബ്രോട്ട് ടു ദ സർഫസ് ഫ്രം ദ ഇൻസൈഡ് ഓഫ് എർത്ത്. ഓക്കെ, ഇതിൽ ലാവ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി ഇമാജിൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വാട്ട് എ ലാവ ഫ്ലോ ഇസ്, ദാറ്റ് ഈസ് ലാവ എർത്തിന്റെ സർഫസിലേക്ക് ഫ്ലോ ചെയ്തു വരുന്നത്. സോ ദാറ്റ് ഈസ് പ്രിറ്റി മച്ച് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ലാവ. ദെൻ വാട്ട് ഈസ് പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ്? ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ എന്താ പറയുന്നത്, ഒരു ബേസിൽ ലാവയുടെ കൂടെ തന്നെ മീൻസ് സോൾഡിഫൈഡ് ലാവ പീസസ് ആയിരിക്കും അതിൻ്റെ കൂടെ വരുന്നത്, പിന്നെ വേപ്പേഴ്സും വോൾക്കാനിക് ആഷും എല്ലാം കൂടെ ചേർന്നൊരു മിക്സ്ചർ ആയിട്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് എ പൈറോക്ലാസ്റ്റിക് ഡെബ്രി. സോ ദാറ്റ് യു ഗെറ്റ്. ദെൻ വോൾക്കാനിക് ബോംബ്സ്. വോൾക്കാനിക് ബോംബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Anybody? Come on. Shantini.
പേര് മാത്രമുള്ള ആളില്ലാന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ലക്ഷ്മി ശ്രീ. ക്ലാസ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പേര് മാത്രമേ ഉള്ളൂ, ആൾക്കാരും ഇല്ലേ? അറിയില്ല സർ. ഓക്കെ സർ മോൾട്ടൺ റോക്ക് ആണോ? ആണോ? ലാവ എന്താണ്? ലാവ എന്ന് പറയുന്നത് അത് അല്ല സർ, ഇതെന്തോ ഒരു സൈസിൽ എന്തോ വ്യത്യാസമുണ്ട് തോന്നുന്നു, ലാവയും ഇതും തമ്മിൽ. ലാവ ഒരു സ്ലറി ഫോമിലായിരിക്കും. Yeah, lava will be in a molten state. ആൾക്കാരൊക്കെ വളരെ ലേറ്റ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ എനിവേസ് ഈ കാരണം അതേപോലെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ വായിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒറ്റ ലൈനിൽ ഇതൊക്കെ കാണും, പക്ഷെ ഇതൊക്കെ ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കണം. വോൾക്കാനിക് ബോംബ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇച്ചിരി വലിയ സൈസ് ആയിരിക്കും അത്. കാരണം നമ്മുടെ ഈ ഒരു വോൾക്കാനിക് എക്സ്പ്ലോഷന്റെ കൂടെയാണ് സംഭവിക്കുന്നത്. മീൻസ് വെൻ ദീസ് തിങ്സ് ആർ എന്താ പറയുന്നത്, നല്ല ഫോഴ്സോട് കൂടി എർത്തിന് സർഫസിലേക്ക് ഇതിനെ നമ്മൾ എജക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എ പ്രൊജക്ടൈൽ മോഷൻ. അപ്പം ഇത് നല്ല ഒരു ഹോട്ട് മാസ് ആയിരിക്കും. ഇറ്റ് വിൽ ബി മോൾട്ടൺ സ്റ്റേറ്റ്. അത് പ്രൊജക്ട് ചെയ്യപ്പെടുമ്പോൾ അത് അറ്റ്മോസ്ഫിയർ വരുമ്പോൾ ഇറ്റ് ബിഗിൻസ് ടു റാപ്പിഡ്ലി കൂൾ ഡൗൺ. ഇത് എന്നിട്ട് എർത്തിലേക്ക് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഇറ്റ് വിൽ ബി എ സോളിഡ് ഫോം. അത് നല്ല ഹാർഡായിരിക്കും. അപ്പം ഇഫ് ഇറ്റ് ഹിറ്റ്സ് യു ആൻഡ് ഓൾ അത് നമുക്ക് ഒത്തിരി ഡാമേജ് ഉണ്ടാക്കാം. അതായത് ഹ്യൂമൻ ബീങ്സിനെ ആയിക്കോട്ടെ, ബിൽഡിങ്സിനെ ആയിക്കോട്ടെ, എനിവെയർ. കാരണം എന്താ പറയുന്ന ഒരു നല്ല വലിയ കരിങ്കല്ല് അങ്ങ് ആഴ്ത്തുനിന്ന് വന്ന് വീടിന് എഫക്റ്റ് ആണ്. So that is what is a volcanic bomb. Different from lava flows is that volcanic bombs എന്ന് പറഞ്ഞാൽ it will be ejected at a force, and once it reaches the atmosphere it will cool down and then it will fall on the earth and cause damage. പിന്നെ volcanic ash, അതും ഈ വോൾക്കാനോയുടെ ഇത്ര ഹൈ ടെമ്പറേച്ചർ കാരണം പല സാധനങ്ങളും ബേൺ ചെയ്തിട്ട് വരുന്ന ആഷ് ഉണ്ടാവും. അഗെയിൻ ദാറ്റ് ഈസ് വെരി ഡിസ്ട്രക്റ്റീവ്. പിന്നെ ഡസ്റ്റും ഗ്യാസസും, നമ്മൾ എർത്തിന്റെ ഡീഗ്യാസിംഗ് ഒക്കെ പഠിച്ചത്. സോ അത് കഴിഞ്ഞിട്ട് എർത്തിനകത്ത് ദർ ആർ മെനി ഗ്യാസസ്. സോ ദോസ് ആർ ഓൾസോ എക്സ്പെൽഡ്. അത് ബേസിക്കലി നൈട്രജൻ കോമ്പൗണ്ട്സ്, സൾഫർ കോമ്പൗണ്ട്സ്, ദെൻ ക്ലോറിൻ, ഹൈഡ്രജൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ആർഗൺ ഈസ് ആൻ ഇനർട്ട് ഗ്യാസ്. സോ എ മിക്സർ ഓഫ് ഓൾ ദീസ് ഗ്യാസ് ഓൾസോ കം ഔട്ട്. അപ്പോൾ എന്തൊക്കെയാണ് വോൾക്കാനിൽ പുറത്ത് വരുന്നത്? നമുക്ക് ലാവയുണ്ട്, ദെൻ യു ഹാവ് ദ വോൾക്കാനിക് ബോംബ്സ്, ദെൻ യു ഹാവ് ദ പൈറോക്ലാസ്റ്റിക് ഡെബ്രി, പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഡസ്റ്റും ആഷും ഗ്യാസസും, മേ ബി വാട്ടർ വേപ്പർ. ഇതിൽ വാട്ടർ വേപ്പർ വരുന്നതെന്ന് വെച്ചാൽ ഈ മാഗ്മ റൈസ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് എർത്തിൻ്റെ അകത്ത് എവിടുന്നെങ്കിലുമൊക്കെ വാട്ടർ ടേബിൾ കാണും. ആ വാട്ടർ ടേബിൾ വാട്ടർ കൂടി ഇതിനകത്തേക്ക് വന്നാൽ ഇത് വേപ്പറൈസ് ആയി സ്റ്റീമായിട്ട് വരും. ഈ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് ക്യാൻ മേക്ക് ദ ലാവ ഫ്ലോ ടു ബിക്കം എക്സ്പ്ലോസീവ്. കാരണം ഈ വാട്ടർ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം കൂടും. സോ ഇറ്റ് വിൽ ബിൽഡ് അപ്പ് മോർ പ്രഷർ ആൻഡ് ദാറ്റ് മേ ലീഡ് ടു ആൻ എക്സ്പ്ലോസീവ് ഇറപ്ഷൻ. ഓക്കെ, പിന്നെ ഈ ലാവ ഫ്ലോ നമ്മൾ ഓൾറെഡി പഠിച്ചത് ഒന്ന് രണ്ട് ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ആൻഡസിറ്റിക് ഇല്ലെങ്കിൽ ആസിഡിക്, ഇല്ലെങ്കിൽ ബസാൾട്ടിക് ഓർ ഷീൽ ലാവ. ഇത് രണ്ടും നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, so next slide. അത് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരും. കുറച്ചുകൂടി നമ്മൾ സ്ലൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ വിൽ ജസ്റ്റ് ലുക്ക് ഇൻ ടു വാട്ട് ദോസ് ആർ. ആൻഡസിറ്റിക് ഇല്ലെങ്കിൽ ആസിഡിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ പലയിടത്തും പഠിച്ചതാണ്. ഈ ആസിഡിക് ലാവ നമുക്ക് എവിടെ നിന്നാണ് കിട്ടാവുന്നത്? ഫ്രം വിച്ച് ടൈപ്സ് ഓഫ് റോക്സ്? നോൺ മെറ്റാലിക് റോക്സ്. നോൺ മെറ്റാലിക് റോക്സ് ആർ ഓൾവേസ് നോൺ മെറ്റാലിക്. അല്ല സർ, അതല്ല. ഏതാണ്ട് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ടോട്ടലി റോങ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ യു നീഡ് ടു കം എ ബിറ്റ് മോർ ക്ലോസർ. സർ അത് ഈ സിലിക്ക പോലത്തെ അല്ലേ സർ? ഓക്കെ, ഹാവിങ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സിലിക്ക. അതിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? അതിന്റെ പേരന്റ് റോക്ക് ഏത് ടൈപ്പ് ആയിരിക്കും?
സിലിക്ക കൂടുതലുള്ള റോക്ക് ഏതാ? ആകെ വളരെ ഡീപ്പായിട്ട് പഠിച്ച 2 ടൈപ്പ് റോക്കാണ്. ഒരെണ്ണം താഴെയുള്ള ഒരെണ്ണം മുകളിലുള്ളതും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കുറെ പഠിച്ചതാണ്. ധീരജെ കുറച്ചിട്ടോട് ചോദിച്ചു നോക്കാം. സാർ ബാക്കോലിത്ത് ഏ? അല്ല അറിയില്ല അല്ല എന്നാ പറഞ്ഞത്? സാർ ബാക്കോലിത്ത് ആ ടൈപ്പ് അടിയില് അടിയിൽ പറഞ്ഞോണ്ട് ബാക്കോലിത്തിലേക്ക് നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ആ. ചോദിച്ചു ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നായിരിക്കും, അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. കാരണം ഒന്ന് അസിഡിക്കും ഒന്ന് നമ്മൾ ബേസിക് എന്നും പറഞ്ഞു. സോ വാട്ട് ടൈപ്സ് വിൽ ബി, അതിന്റെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ ഇവിടെ ചോദിക്കുന്നത് അക്ഷയുടെ ആൻസേഴ്സ് കിട്ടി. അത് ഞാൻ വാല്യൂഷൻ കഴിഞ്ഞ് പറയാം. ബാക്കിയുള്ളവരും പറ്റുന്ന ആൻസേഴ്സ് അയക്കുക. ഓക്കെ, പക്ഷെ ഇതിന്റെ ആൻസർ സാർ ഇഗ്നേഷ്യസ് ആണോ? അറിയത്തില്ല. ഇഗ്നീഷ്യസ് അല്ല. ഇഗ്നീഷ്യസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടില്ല. ഇഗ്നീഷ്യസ് ഒരാളുടെ പേരാണ്. ഇഗ്നിയസ് ആണ് റോക്ക് ടൈപ്പ്. ഇത് രണ്ടും ഉണ്ടാകുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്. കാരണം ഇഗ്നിയസ് റോക്സ് ആണ് പ്രൈമറി റോക്സ്. എങ്ങനെയായാലും മോൾട്ടൺ സാധനം കൂളായി ഉണ്ടാകുന്ന റോക്സ് രണ്ടും ഇഗ്നിയസ് ആയിരിക്കും. അത് 2-3 ടൈപ്പ് ഉണ്ടാവാം. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി പോവാം. സോ ടൈപ്പ് ഓഫ് ലാവ ഫ്ലോസ് നമുക്ക് 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ബേസിക്കും ഒന്ന് ആസിഡിക്കും. നമ്മൾ പഠിച്ചു ബേസിക് റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ അയൺ കണ്ടന്റ് കാണും. പിന്നെന്താ പറയുന്നത്, ഇറ്റ് വിൽ ബി ഡാർക്കർ ഇൻ കളർ, ഇറ്റ് വിൽ ബി ഡെൻസർ. ഒരു ബസാൾട്ട് റോക്കിൽ നിന്നായിരിക്കും അതിൻ്റെ ഒറിജിൻ ഒക്കെ ഉണ്ടാകുന്നത്. സോ ഇറ്റ് വിൽ ബി അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ലൈക്ക് ഇറ്റ് ഈസ് ഡാർക്ക്, ഇറ്റ് വിൽ ബി റിച്ച് ഇൻ അയൺ, ഇറ്റ് വിൽ ബി റിയലി ഡെൻസർ. അപ്പോൾ ഈ സാധനം എന്താ പറയുന്നത്, കാരണം ഇത്ര അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ നീഡ് ടു ഹീറ്റ് അപ്പ് ടു എ വെരി ഹൈ ടെമ്പറേച്ചർ. സോ ദിസ് ഇസ് ദ ഹോട്ടസ്റ്റ് കൈൻഡ് ഓഫ് ലാവ, അതായത് ബേസിക് വൺസ്. പിന്നെ ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹൈലി ഫ്ലൂയിഡിക്. അപ്പം ഹൈലി ഫ്ലൂയിഡിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഈസിലി ഫ്ലോ. അത് വലിയ റീജിയനിലേക്ക് പെട്ടെന്ന് ഒഴുകി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അതിൻ്റെ ഒരു ബേസിക് ഇത്. പിന്നെ ഇത്രയും ഒരു ഫ്ലൂയിഡിക് സാധനം ആയതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് എക്സ്പ്ലോഡ് ഈസിലി. ഒരു എക്സ്പ്ലോസീവ് മിക്സർ ഉണ്ടാകത്തില്ല, കാരണം ഒരു നോർമലായിട്ട് അത് പെട്ടെന്ന് ഫ്ലോ ചെയ്തു. സോ ഇറ്റ് വിൽ നോട്ട് ഫോം എ എക്സ്പ്ലോസീവ് മിക്സ്ചർ. പിന്നെ ഇതിൻ്റെ കൂളിംഗ് റേറ്റ് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു വൈഡ് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒരു വൈഡ് ഏരിയയിലേക്ക് നല്ല തിൻ ഷീറ്റ്സ് ആയിട്ട് വന്നിട്ട് അത് സോളിഡിഫൈ ചെയ്യും. ഒരു ഷീൽഡ് ഓർ ഡോം ടൈപ്പ് നമുക്കുണ്ടാവും. ലെറ്റ് മീ ട്രൈ ടു ഡ്രോ ദാറ്റ് ഫോർ യു. നമുക്ക് ബസാൾട്ടിക്കിന് കിട്ടുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ഇങ്ങനെ ഒരു ഇതായിരിക്കും. കളർ സെലക്ഷൻ ഇൻവേർട്ടഡ് ആയിപ്പോയി, കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു മാഗ്മയുടെ ചേംബർ കാണും. ഇവിടെ നിന്നായിരിക്കും ഇത് മുകളിലേക്ക് വരുന്നത്. ആൻഡ് വൺസ് ഇറ്റ് റീച്ചസ്, ഇതിങ്ങനെ ജെന്റ്ലി ഇറ്റ് വിൽ ഫ്ലോ ഓവർ ദ സർഫസ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു സോൾഡിഫൈ അറ്റ് എ വെരി, കാരണം വളരെയധികം ദൂരം സഞ്ചരിച്ചിട്ടായിരിക്കും അത് സോൾഡിഫൈ ചെയ്യുന്നത്. അത് എന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, അത് പിന്നെ തണുക്കും. അത് തണുത്ത് കഴിയുമ്പോഴും the next volcanic eruption may take place after some time. So ഇതിങ്ങനെ ലെയേഴ്സ് ആയിട്ട് ഇറ്റ് വിൽ കീപ്പ് ഓൺ ബിൽഡിങ് ഇറ്റ്. ഓക്കെ, അതങ്ങനെ ലെയർ ആയിട്ട് വളരെ ഒരു ജെന്റിൽ സ്ലോപ്സ് ഉള്ള ഒരു സാധനം നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ബേസിക് ലാവ ഫ്ലോയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഹൈലി ഫ്ലൂയിഡിക്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം ബേസിക് റോക്സിന്റെ ബാക്കി കാറ്റഗറീസ് എന്തൊക്കെയാണ്, അല്ല പ്രോപ്പർട്ടീസ് മീൻസ് ഇറ്റ് വിൽ ബി ഡാർക്ക്, ഇറ്റ് വിൽ ബി ഡെൻസ്, ഇറ്റ് വിൽ ബി റിച്ച് ഇൻ അയൺ കണ്ടന്റ്. ഓക്കെ, പിന്നെന്താ അത് വരുന്നത്, നമ്മൾ പറഞ്ഞത് കാരണം ഇതിങ്ങനെ ഒരു ജെന്റിൽ ലാമിനാർ ഫ്ലോ ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി വെരി മച്ച് എക്സ്പ്ലോസീവ്. പിന്നെ ഇതിൽ ഈ ലാർജ് ഏരിയാസ് നമുക്ക് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ഡയമെൻഷനെ വരച്ച മീൻസ് ഒരു നല്ല ലാർജ് ഏരിയയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ഫോം തിൻ ഷീറ്റ്സ് ആസ് ഷോൺ ഹിയർ. സോ ഇതിന് നമ്മൾ ഷീൽഡ് ഇല്ലെങ്കിൽ ഡോം ടൈപ്പ് വോൾക്കാനോസ് ആണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസിഡിക് ആണ്.
Acidic lava എന്ന് പറഞ്ഞാൽ it will have a very high content of silica. High content of silica വരുമ്പോൾ തന്നെ it will be highly viscous. Okay, means അതിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലോറൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഫ്ലോറൈറ്റ്സ് വിൽ ബി എ ബിറ്റ് ലെസ്. സോ അതിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ you will get much more steeper cones of lava. നമുക്കിങ്ങനെ സ്റ്റീപ്പർ ആയിട്ടുള്ള ഇതായിരിക്കും കിട്ടുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ലാവ സർഫസിലേക്ക് വരും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ആൻ ആസിഡിക് ലാവ അത് ഒത്തിരി റീജിയനിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ തന്നെ അത് പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഇത് ഈ പൊങ്ങി വരുന്ന സമയത്ത് സോളിഡിഫൈ ചെയ്ത് അതിനകത്ത് പ്ലഗ് ഒക്കെ ഉണ്ടായി അതോടെ സോളിഡിഫൈ ചെയ്യുകയാണ്. താഴെയുള്ള പ്രഷർ കാരണം ഇറ്റ് ക്യാൻ ലീഡ് ടു എക്സ്പ്ലോസീവ്നെസ്. അപ്പം ദിസ് ക്യാൻ ലീഡ് ടു explosive volcanic eruptions if the lava is of a acidic nature. Okay. Okay. Second one, the acidic in the properties in the high silica, so it will be less dense, it will be lighter in color, it is highly viscous, it will flow over a very short region. Adunda in the slopes by steep ആയിരിക്കും. Such kind of lava can lead to explosive nature of volcanic eruption. Explosive nature ഉള്ള volcanic eruption ഉള്ള ചാൻസ് ഉണ്ട്. Okay. Yes. So these are the types of lava flow. Okay ആണോ? മുന്നോട്ട് പോവാം. Yes, sir. ഓക്കെ. ഇനി അപ്പം നമുക്ക് ഈ ലാവയൊക്കെ ഇങ്ങനെ, അതായത് എർത്തിൻ്റെ അകത്തുനിന്ന് ലാവ പുറത്ത് വന്നു, അത് വലത്തേക്ക് ഫ്ലോ ചെയ്തു. സോ ദീസ് ക്യാൻ ഫോം ബേസിക്കലി 2 types ഓഫ് ലാൻഡ് ഫോംസ്. ഇല്ലെങ്കിൽ വോൾക്കാനിക് ലാൻഡ് ഫോംസ് നമ്മൾ രണ്ടായിട്ട് ആണ് തരംതിരിക്കുന്നത്. ഒന്ന് എക്സ്ട്രൂസീവും ഒന്ന് ഇൻട്രൂസീവും. അപ്പോൾ അത് ഈ ലാവ ഇല്ലെങ്കിൽ മാഗ്മ എവിടെ വെച്ചാണ് കൂൾ ചെയ്യുന്നത്, സർഫസിൽ വന്നിട്ടാണോ അതോ എർത്തിനകത്ത് വെച്ച് തന്നെയാണോ ഇത് കൂൾ ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് അനുസരിച്ച് നമ്മളിതിനെ എക്സ്ട്രൂസീവും ഇൻട്രൂസീവും പറയും. ഓക്കെ. അതെന്താന്ന് നമുക്ക് പഠിച്ചു വരാം, എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് ഒക്കെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമുണ്ട്, ഇഗ്നിയസ് റോക്സിൻ്റെ 2 ടൈപ്പ്. അതായത് മാഗ്മ ക്രസ്റ്റിനകത്ത് തന്നെ കൂൾ ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ പ്ലൂട്ടോണിക് എന്ന് വിളിക്കും. സർഫസിൽ വന്നിട്ട് കൂൾ ചെയ്യുമ്പോൾ ഇഗ്നിയസ് റോക്സ് എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ പഠിച്ച വോൾക്കാനിക് ബോംബ്സ് ഒക്കെ ഇഗ്നിയസ് റോക്സിൻ്റെ എക്സാമ്പിളാണ്. കാരണം അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ വന്നിട്ടാണ് കൂൾ ചെയ്തത്. നമ്മളിനി കുറേ സാധനങ്ങൾ പഠിക്കാൻ പോകും, ലോപ്പോലിത്തും ഫാക്കോലിത്തും ഒക്കെ. മീൻസ് ഓൾ ദീസ് തിങ്സ് കം ഇൻസൈഡ് ദ എർത്ത്. ഓക്കെ. എർത്തിൻ്റെ അകത്ത് തന്നെ അത് കൂളാകുമ്പോൾ അതിനെ നമ്മൾ പ്ലൂട്ടോണിക് റോക്സ് എന്ന് വിളിക്കും. ഓക്കെ. സോ 4 മെയിൻ തിങ്സ്. ഒന്ന്, യു ഗെറ്റ് 2 types ഓഫ് ലാൻഡ് ഫോംസ്, എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസ് ആൻഡ് ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്. പിന്നെ നമുക്ക് ഇത് അകത്ത് തന്നെ കൂൾ ചെയ്യുവാണെങ്കിൽ ഇതിനെ നമ്മൾ പ്ലൂട്ടോണിക് റോക്സ് എന്ന് വിളിക്കും. സർഫസിൽ വന്നിട്ട് കൂളാകുന്ന ഇതിനെ നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് വിളിക്കും. സോ ലാൻഡ് ഫോംസ് വിൽ ബി ഓഫ് ദ ടൈപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു, എക്സ്ട്രൂസീവും ഇൻട്രൂസീവും. അതായത് എർത്തിൻ്റെ സർഫസിലേക്ക് വന്നു കഴിഞ്ഞ് ഫോം ചെയ്ത ലാൻഡ് ഫോംസിനെ നമ്മൾ എക്സ്ട്രൂസീവ് എന്ന് വിളിക്കും. എർത്തിൻ്റെ അകത്ത് തന്നെ, ക്രസ്റ്റിനകത്ത് തന്നെ, അല്ലെങ്കിൽ ആ ക്രസ്റ്റിൻ്റെ റീജിയനകത്ത് വെച്ച് തന്നെ സോളിഡിഫൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെ ഇൻട്രൂസീവ് എന്ന് വിളിക്കും. സോ എക്സ്ട്രൂസീവ് മീൻസ് ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ എക്സ്പെൽഡ് ഫ്രം ദ എർത്ത്. എർത്തിൽ നിന്ന് എക്സ്പെൽഡ് ആയി, എർത്തിന് പുറത്ത് വന്നു സർഫസിൻ്റെ. സോ എക്സ്ട്രൂസീവ്. അത് നമുക്ക് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വോൾക്കാനിക് പ്ലാറ്റോയും വോൾക്കാനിക് കോൺസും ഒക്കെ ഉണ്ട്. വോൾക്കാനിക് കോൺസിൻ്റെ പല ടൈപ്പ് ഉണ്ടാവും. ഇൻട്രൂസീവ് നമുക്ക് കുറച്ച് ടൈപ്പ് ഉണ്ട്. ആദ്യം നമുക്ക് ഇൻട്രൂസീവ് നോക്കാം. ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങളുടെ NCERT എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഷോൺ ദർ. Intrusive landforms, they have given it in detail. Okay. Yep. I think your NCERT will cover much of the stuff needed for that. Basically, the NCERT image is not very clear. So now ഈ 2 ഇമേജ് വെച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് പഠിക്കാം. ഇത് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ബാത്തോലിത്തിനെ കുറിച്ചാണ് NCERT. ഓക്കെ. സോ ഈ ബാത്തോലിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്മയുടെ സോഴ്സ് അവിടെ, കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അവിടെ ഇരുന്ന് വേണേൽ കൂൾ ചെയ്യാം. സോ ദിസ് വിൽ ഫോം എ ലാർജ് ഏരിയ. ഒരു ലാർജ് ഏരിയയിൽ ഒരു ഈ മാഗ്മ ഒന്ന് കൂൾ ചെയ്ത് വലിയ റോക്ക് ഫോർമേഷൻസ് കിട്ടും.
These are known as batholith. ഇത് ശരിക്കും ഇത് എക്സ്പോസ്ഡ് ആകുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇതിന് ചുറ്റിനുമുള്ള ബാക്കി സാധനങ്ങൾ ലൈറ്റർ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഇറോഡഡ് ഇറ്റ് വിൽ ഫോം batholiths. ഓക്കെ, അതാ പറഞ്ഞെങ്കിൽ ദേ അപ്പിയർ ഓൺ ദി സർഫസ് ഓൺലി ആഫ്റ്റർ ദ denudation പ്രോസസ് റിമൂവ് ഓവർലൈങ് മെറ്റീരിയൽസ്. അപ്പം ഈ batholith എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻട്രൂസീവ് ലാൻഡ് ഫോം വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ എർത്ത്സ് ക്രസ്റ്റ് ബൈ ദ കൂളിംഗ് ഓഫ് എ ലാർജ് ബോഡി ഓഫ് മാഗ്മ. ഈ മാഗ്മ തണുത്ത് കഴിയുമ്പോൾ ഇതൊരു വലിയ റോക്ക് ഫോർമേഷനായി അവിടെ മാറും. അതിൻ്റെ കൂടെ തന്നെ ഇതിന് തൊട്ട് മീതെ കിടക്കുന്ന റോക്സ്, ആ റോക്സിനെ ഇത് മെറ്റമോർഫൈസ് ചെയ്യും. കാരണം തൊട്ട് മീതെയുള്ള ഈ മാഗ്മ ഇത്ര ഹോട്ട് ആയതുകൊണ്ട് ഇതിന് മീതെയുള്ള റോക്സിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ദോസ് റോക്സ് ഗെറ്റ് ചേഞ്ച് ഇൻ ടു മെറ്റമോർഫിക് റോക്സ്, അല്ലെങ്കിൽ മെറ്റമോർഫിസം സംഭവിക്കും. അത് കഴിഞ്ഞ് കാലക്രമേണ ഇതിന്റെ മുകളിലുള്ള അത്രയും മെറ്റീരിയൽ ഇറോഷനൊക്കെ കൊണ്ട് മാറിപ്പോവുകയാണെങ്കിൽ ദിസ് വിൽ ഗെറ്റ് എക്സ്പോസ്ഡ്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി ദാറ്റ് ദേ ബിക്കം എക്സ്പോസ്ഡ്, ബട്ട് ഓവർ ടൈം നമ്മൾ പഠിച്ചു. കാരണം എക്സോജനിക് പ്രോസസ് ആർ കണ്ടിന്യൂസ്ലി ഹാപ്പനിങ് ആൻഡ് സോ ദീസ് വിൽ ഗെറ്റ് എക്സ്പോസ്ഡ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, batholiths are the cool portion of magma chambers. ഓക്കെ, ആ ഒരു പാട്ട് കണ്ടോ? NCERT കയ്യിലുണ്ടോ? പേജ് 28 അവർ ഈ batholithനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കേണ്ട batholith പോലെ തന്നെ. സോ ഈ പേരെല്ലാം കൂടെ നമുക്കൊന്ന് ഓർമ്മിച്ചിരിക്കാൻ ഇച്ചിരി പാടായിരിക്കും, ബട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ they become easy. So first thing, batholithum, laccolith is the next one. So I will show you which are those. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഇതാണ് batholith. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എർത്തിന്റെ അകത്തുള്ള മാഗ്മ അവിടെ വെച്ച് തന്നെ കൂൾ ആയി കഴിയുമ്പോൾ, സോൾഡിഫൈ ആയി കഴിയുമ്പോൾ ഇറ്റ് വിൽ ഫോം എ batholith. നെക്സ്റ്റ് ദാറ്റ് യു ആർ സ്റ്റഡിങ് ഈസ് laccolith. ഇതിന്റെ ഷേപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പ് ഒരു ഡോം ഷേപ്ഡ് ആയിരിക്കും. ഇറ്റ് വിൽ ഹാവ് എ ഫ്ലാറ്റ് ബേസ്. ദീസ് ആർ ലാർജ് ഡോം ഷേപ്ഡ് ഇൻട്രൂസീവ് ബോഡീസ് വിത്ത് എ ലെവൽ ബേസ്. ഈ രണ്ട് കാര്യങ്ങളും അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഷേപ്പും അതിന്റെ ആ ബേസിൽ ലെവലായിരിക്കുന്നു. ആൻഡ് ദിസ് ഓൾവേസ് ഹാവ് ദിസ് ഒരു പൈപ്പ് പോലൊരു കണ്ടിന്യൂറ്റി കാണും. കാരണം മാഗ്മയുടെ സോഴ്സിൽ നിന്ന് എപ്പോഴും ഈ ഒരു കണക്ഷൻ, ദാറ്റ് ഈസ് എ laccolith. പിന്നെ അതിനെക്കുറിച്ച് NCERT ഇത് resembles the surface of a volcano. കാരണം ഇതൊരു ചെറിയ വോൾക്കാനോയുടെ ഷേപ്പ് ഉണ്ട് ഇതിന്, ബട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് എ ഡെപ്ത്. അതിന്റെ സർഫസിലല്ല, ഒരു ഡെപ്തിലാണ് ഉള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് അവർ അത്രയാണ് അവിടെ പറയുന്നത്. നമ്മൾ batholithum laccolithum, ടു ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള batholith, അതിന്റെ മീതെ വരുന്ന നമുക്ക് laccoliths കാണാം. മീൻസ് എല്ലാ വോൾക്കാനിക് ആക്ടിവിറ്റിയിൽ ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഓക്കെ, ഇനിയുള്ള മൂന്നെണ്ണമാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് lapolith, ഇറ്റ് ഈസ് lopolith. സ്പെല്ലിംഗ് ചെറിയ കറക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് LOPO, lopolith, faccolith ആൻഡ് sills. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതാണ് lopolith. ദിസ് ഈസ് എ lopolith. അതായത് മാഗ്മ മുകളിലേക്ക് വരുമ്പോൾ അതിന് എർത്തിന് പല ലെയേഴ്സ് ആകുമല്ലോ. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ലെയറിനിടച്ച് ഒരു വീക്ക്നെസ്സോ ഒരു ഗ്യാപ്പോ കാണും. അപ്പം എന്താ പറയുക, ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ് ടോട്ടലി അപ്പോർട്സ് അതിന് ചെറിയ ബ്രാഞ്ച് സൈഡിലേക്കൊക്കെ വരാം. സോ അങ്ങനെ ഒരു ഫോർമേഷനാണ് ഒരു lopolith എന്ന് പറയുന്നത്. Tend to move in a horizontal way. It finds a weak plane. അപ്പം ഇത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന മൂന്നെണ്ണം, ദാറ്റ് ഈസ് lopolith, faccolith ആൻഡ് ഇല്ലെങ്കിൽ സിൽസും ഡൈക്സും ഒക്കെ. ഡൈക്കല്ല, സില്ല് വരെ നോക്കിച്ചാൽ മതി. സോ lopolith, faccolith ആൻഡ് സിൽസ്, ഇത് മൂന്നും ഉണ്ടാകുന്നത് ഒരു ഹൊറിസോണ്ടൽ ഫോർമേഷൻസിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച batholith എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് വോളിയം, ദാറ്റ് ഈസ് batholith. പിന്നെ laccolith എന്ന് പറഞ്ഞാൽ മൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. പിന്നെ ഈ വെർട്ടിക്കൽ അസെൻഡിൽ നിന്ന് മാറിയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻസിലേക്ക് ഇത് വേണേ പോവാം. അപ്പോൾ ഇത് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പോയിട്ട് അവിടെ കൂൾ ചെയ്യും. അപ്പോൾ ആ കൂൾ ചെയ്യുന്ന ടൈമിൽ ഇത് ആ പ്ലെയിൻ്റെ ഏത് ഷേപ്പ് എടുക്കുന്നതനുസരിച്ചാണ് ഈ മൂന്ന് സാധനങ്ങളും വരുന്നത്. ഒന്ന് lopolith, ഒന്ന് സില്ല്, പിന്നെയുള്ളത് faccoliths.
ഓക്കെ. ഇതൊക്കെ കാരണം എർത്തിന്റെ ഫോൾഡിങ് കാരണമാണ് നമുക്കിത് ഫ്ലാറ്റിൽ അതിങ്ങനെ പല ഷേപ്സ് വരുന്നത്. ഫോൾഡിങ് ഒക്കെ ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ വോൾക്കാനിസം കാണുന്നത്. സോ ഫോൾഡിങ് കാരണം ലേയേഴ്സിന് ഇങ്ങനെ പല എന്താ പറയുന്നത് സെപ്പറേഷനും ആ സെപ്പറേഷന് ഒരു ചെറിയ ഫോൾഡിങ് ഉള്ള സ്ട്രക്ചർ കാണാം. അപ്പോൾ അതിൽ ഹൊറിസോണ്ടലി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലോപ്പോലിത്ത്. അല്ലേ? ഇറ്റ് മേ ഗെറ്റ് റെസ്റ്റഡ് ഇൻ ഡിഫറെന്റ് ഫോംസ്. അതൊരു സോസർ ഷേപ്ഡ് കോൺകേവ് ടു ദ സ്കൈ ബോഡി. അതായത് ഇത് നമ്മൾ സ്കൈയിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ കോൺകേവ് ഷേപ്പ് അല്ലേ? ഈ സാധനം ഇറ്റ് ഈസ് ഇൻ എ saucer shaped concave to the sky. So that is what is a lopolith. LOPOLITH. That is what is formed on lopolith. പിന്നെ ഇത് തന്നെ ഇച്ചിരൂടെ എന്താ പറയുന്നത് നെക്സ്റ്റ് അവർ പറയുന്നതിനകത്ത് ഏതിനെ കുറിച്ചാണ്? ഇനി അവർ പറയുന്നത് ഫാക്കോലിത്സിനെ കുറിച്ചാണ്. സോ ഇതിനിടയിൽ തന്നെ നമ്മൾ പഠിച്ചു ആന്റിക്ലൈൻസും ഉണ്ടാവാം, സിൻക്ലൈൻസും ഉണ്ടാവാം. സോ ഇതിനകത്ത് ലാവ ഫില്ല് ചെയ്യുവാണെങ്കിൽ വാട്ട് യു ഗെറ്റ് ആർ നോൺ ആസ് ഫാക്കോലിത്സ്. അപ്പോൾ ഇത് മറ്റേ നമ്മുടെ ആദ്യമുണ്ടായ ഈ ലൊപ്പോലിത്ത് പോലെ വലിയ ഡിപ്രഷൻസിലായിരിക്കുമല്ല, ഇതിനിടയ്ക്കുള്ള ആന്റിക്ലൈൻസിനും സിൻക്ലൈൻസിനും ഈ നേരെ വരുന്ന മാഗ്മ സൈഡിലേക്ക് ഡിറ്റോറിയേറ്റ് ചെയ്ത് അവിടെ ഡിപ്പോസിറ്റ് ആയി കൂൾ ആകുമ്പോഴാണ് വാട്ട് യു ഗെറ്റ് ആർ ഫാക്കോലിത്സ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ that is what is ഫാക്കോലിത്സ്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോത്ത് ഫോർ ലക്കോലിത്ത് ആൻഡ് ഫോർ ഫാക്കോലിത്ത് നമുക്ക് എന്താ ഉണ്ടാകുക? മാഗ്മ ചേമ്പറിൽ നിന്ന് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആണ്, ഒരു കണക്ഷൻ കാണും. സോ ഈ ഒരു ഇമേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് എപ്പോഴും ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒരു ഡിഫൈനോ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വന്നാൽ ഇതൊക്കെ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് വിൽ ട്രൈ ടു ജസ്റ്റ് മെമ്മറൈസ് ദിസ് സ്മോൾ ഇമേജ് വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം എന്താണെന്ന് ഓർത്തെടുക്കാൻ നോക്കത്തുള്ളൂ. ഏറ്റവും അടിയിലുള്ള ബത്തോലിത്ത്, പിന്നെ ഡോം ഷേപ്ഡ് ഫ്ലാറ്റ് ബേസ് ആണെങ്കിൽ ദാറ്റ് വിൽ ഫോം എ ലക്കോലിത്ത്. പിന്നെ ഈ വെർട്ടിക്കൽ മോഷനിൽ നിന്ന് സൈഡിലേക്ക് ലാറ്ററൽ ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് വന്ന് കൂൾ ആകുമ്പോഴാണ് നമുക്ക് ബാക്കി 3 സാധനങ്ങൾ കിട്ടാൻ പോകുന്നത്. അതിൽ ഒരു വലിയ കോൺകേവ് ഷേപ്പിൽ ഉള്ള ഇതാണെങ്കിൽ if it's really long and forms a big concave shaped depression fill ചെയ്യുവാണെങ്കിൽ it will form a lopolith. ആ കണ്ടിന്യൂറ്റിയിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ട് എന്താ പറയുന്നത് ആന്റിക്ലൈനും സിൻക്ലൈനും ഒക്കെ ഫില്ല് ചെയ്ത ഒരു വേവി നേച്ചർ കിട്ടുവാണെങ്കിൽ അതിന് നമ്മൾ ഫാക്കോലിത്ത് എന്ന് വിളിക്കും. ഓക്കെ. ദെൻ പിന്നെ വരുന്നത് ഈ നമ്മുടെ ലൊപ്പോലിത്ത് പോലെ വലിയ ഡിപ്രഷൻ ആയിരിക്കത്തില്ല, ഇച്ചിരൂടെ ചെറിയത് സംതിങ് എന്താ പറയുക ചെറിയ ഫ്ലാറ്റ് ഒക്കെ ആയിട്ടാണെങ്കിൽ അത് നമ്മൾ സിൽ എന്ന് വിളിക്കും. ഇറ്റ് വിൽ ബി ലെസർ ഇൻ സൈസ്. സോ ദാറ്റ് ഈസ് ഫോമിങ് ഓഫ് സിൽസ്. അതിൻ്റെ തിക്നെസ് അനുസരിച്ച് അത് ഒന്നും സില്ലാകില്ലെങ്കിൽ ഷീറ്റ് ആവാം. തിന്നർ വൺസ് ആർ കോൾഡ് ഷീറ്റ്സ് ആൻഡ് തിക്കർ വൺസ് ആർ കോൾഡ് സിൽസ്. അപ്പോൾ നമ്മൾ 5 എണ്ണം പഠിച്ചു. ഓക്കെ, ഇത്ര ഓക്കെ ആണോ? Yes, sir. ഓക്കെ, സോ നമുക്ക് ബാക്കി കൂടെ നോക്കാം. ഇനി ഉണ്ടാകുന്ന സാധനങ്ങളിൽ ഡൈറ്റ്സ് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പാരഗ്രാഫ് ആയിട്ട് തന്നെങ്കിൽ എന്താ പറയുന്നത്, ഇതിൽ എന്താ പറയുന്നത്, when lava makes its way through the cracks and fissures developed in the land, it solidifies almost perpendicular to the ground wall like structure. സോ ഈ ഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നിയർലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചറിൽ വന്നിട്ട് കൂൾ ഡൗൺ ചെയ്യുമ്പോഴാണ് അത് ഡൈറ്റ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ഈ മെയിൻ വെന്റിൽ നിന്ന് ഒന്നെങ്കിൽ ഇത് നമുക്ക് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയാം. അഗെയിൻ ഇത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാർക്ക് ഔട്ട് ദ ഡൈറ്റ്സ് ഇൻ ദിസ് വൺ. നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് എ ഡൈറ്റ്, again this is a dike, again this is a dike. ഇതിങ്ങനെ കാണുന്ന സില്ലായിരിക്കും. ഈ ഡൈക്കിന് പിന്നെ 2 പ്രോപ്പർട്ടീസ് വരാം. ഒന്നെങ്കിൽ അത് കാരണം ഇതിന് ചുറ്റിനുള്ള സാധനങ്ങളെ മീൻസ് ഇഫ് ദ റോക്ക് സറൗണ്ടിങ് ദ ഡൈക്ക് ഈസ് വാട്ട് ഈസ് എ
എന്താ ഒരു ലെസ് കൺസോളിഡേറ്റഡ് ആണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള റോക്സ് പെട്ടെന്ന് നിറോൾഡ് ആയി പോയിട്ട് ഡൈക്ക് മാത്രമായിട്ടൊരു പൊങ്ങി നിൽക്കാം. സോ ദാറ്റ് ഈസ് വൺ ടൈപ്പ്, ഇറ്റ് വിൽ ഫോം എ വാൾ. നെക്സ്റ്റ് ടൈപ്പ് ഇതിന്റെ ചുറ്റിനുള്ള റോക്സ് ഇതിനേക്കാൾ ഹാർഡർ ആയിരിക്കും. സോ ഈ വോൾക്കാനിക് മെറ്റീരിയൽ ആയിരിക്കും ആദ്യം എറോഡ് ആകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്കൊരു ഷാലോ ട്രഞ്ചോ ഡിപ്രഷനോ എല്ലാം കിട്ടാം. സോ അതാണ് ഈ രണ്ട് ടൈപ്പ്. എ ഡൈക്ക് മോർ റെസിസ്റ്റന്റ് ദാൻ സറൗണ്ടിങ് റോക്സ് നമുക്കതിനെ ഒരു വാൾ ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ ഡൈക്ക് ലെസ് റെസിസ്റ്റന്റ് ദാൻ സറൗണ്ടിങ് റോക്സ് ക്യാൻ ഗിവ് യു ട്രഞ്ചസ്. ഓക്കെ, ഈ ഒരു ഇമേജ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ വരെയുള്ള ഓക്കെ ആണോ? നമ്മളിപ്പം പറഞ്ഞോളൂ. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെയ്യേണ്ടി സാർ. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കി വരാം. നമ്മൾ അതെ അതെ, ഞാൻ ആദ്യം തൊട്ടൊന്നുകൂടെ ജസ്റ്റ് ഓടിച്ച് പറയാം. ഓക്കെ, നമ്മൾ ആദ്യം വോൾക്കാനിസം എന്താണ് പഠിച്ചു. അതായത് നമ്മുടെ ഒരു ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് ഇച്ചിരി മാറിയിട്ട് ഇതിന്റെ ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ മോൾട്ടൺ മെറ്റീരിയലിൽ സർഫസിൽ വരുന്നത് ഷേപ്പ് ഒന്നും പ്രശ്നമല്ല, അത് വരുന്ന സ്പീഡോ അതിന്റെ ഫോമോ ഒന്നും പ്രശ്നമല്ല, ബട്ട് ഇത് സർഫസിൽ എത്തുന്ന ഒരു ഫെനോമെനത്തിനാണ് നമ്മൾ വോൾക്കാനിസം എന്ന് പറയുന്നത്. സോ അത് ഇറ്റ് ഇൻക്ലൂഡ് ദ മൂവ്മെന്റ് ഓഫ് റോക്ക് ഓൺ ടു ദ സർഫസ് ഓർ ടുവേർഡ്സ് ദ സർഫസ്. ഈ രണ്ട് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കണം. സർഫസിലേക്ക് പുറത്ത് വരുന്നു, ഇല്ല സർഫസിലേക്കുള്ള ആ ഡയറക്ഷനുള്ള മോഷനും, ഇതിന് രണ്ടിനുള്ളത് നമ്മൾ വോൾക്കാനിസത്തിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത് ലാൻഡ് ഫോംസ് ഇത് അകത്ത് വെച്ച് കൂളാവണമെങ്കിൽ ഇൻട്രൂസീവ്, പുറത്ത് വന്നാൽ എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിനെ നമ്മൾ എർത്തിന്റെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ലാവ എന്ന് വിളിക്കും. സർഫസിൽ എത്തുന്നതിന് മുമ്പുള്ള മോൾട്ടൺ മെറ്റീരിയൽ നമ്മൾ മാഗ്മ എന്ന് പറയും. പിന്നെ ഇതിന്റെയൊക്കെ സോഴ്സ് എയ്സനോസ്ഫിയർ ആണ്. പിന്നെ ഇതിൽ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരിക്കാം. സോ അത് ആ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ലാവ ഫ്ലോ, ഒന്ന് ആസിഡിക്കും പിന്നെ ബേസിക്കും. അപ്പോൾ ബേസിക് ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നത്, ബേസിക് ആകുമ്പം അത് ഡെൻസ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ദ ഹോട്ടസ്റ്റ് ടൈപ്പ് ഓഫ് ലാവ. ഹോട്ടസ്റ്റ് ടൈപ്പ് ഓഫ് ലാവ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് ജെന്റിൽ സ്ലോപ്സ് ഉള്ളത് കിട്ടും. ആസിഡിക് ആകുമ്പോൾ സിലിക്ക കണ്ടന്റ് കൂടുതലാണ്, എക്സ്പ്ലോസീവ് നേച്ചർ കൂടുതലാണ്, പ്ലസ് ഇറ്റ് ക്യാൻ ഫോം വാട്ട് ഈസ് എ റിയലി സ്റ്റീപ്പ് ആയിട്ടുള്ളത്. പിന്നെ പ്ലൂട്ടോണിക് റോക്സ് ആൻഡ് ഇഗ്നിയസ് റോക്സ് വിച്ച് ആർ ഈസി. പിന്നെ നമ്മൾ ലാൻഡ് ഫോമിന്റെ ക്ലാസിഫിക്കേഷൻ ഇൻടു എക്സ്ട്രൂസീവ് ആൻഡ് ഇൻട്രൂസീവ്. നമ്മൾ ആദ്യം നോക്കുന്ന ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇൻട്രൂസീവ് ലാൻഡ് ഫോംസിൽ മാഗ്മ സർഫസിലേക്ക് വരുന്ന വഴിക്ക് പള്ളത്തിൽ വെച്ച് കൂൾ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് പല ഷേപ്പിൽ കൂൾ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് പല ലാൻഡ് ഫോംസ് കിട്ടും. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് വെച്ചാൽ മാഗ്മയുടെ എൻ്റയർ ബോഡി. ഒരു സെക്കൻഡ്, ആ ഒരു മാഗ്മ എർത്തിന്റെ സർഫസ് എത്തുന്ന താഴെ വെച്ച് എവിടെയെങ്കിലും വെച്ച് ഒരു വലിയ ലാർജ് ഏരിയയിൽ കൂൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഫോം എ വെരി ലാർജ് റോക്കി ഷേപ്പ്. ആ സ്ട്രക്ചർ നമ്മൾ ബത്തോലിത്ത് എന്ന് വിളിക്കും. ഓക്കെ, what you get is a batholith. Next one, you have a laccolith. ഇത് മാഗ്മ ചേമ്പറുമായിട്ട് അതിനൊരു ഡയറക്റ്റ് കണക്ഷൻ കാണും. അതിന്റെ ഷേപ്പ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഫ്ലാറ്റ് ബേസും ഒരു ഡോം ഷേപ്പും. ഇതിന്റെ ഫോർമേഷൻ കൊണ്ട് ഓവർലൈൻ റോക്സിനെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാകാം. സോ ദിസ് വിൽ ബി വൺ ഓഫ് ദ മെത്തേഡ്സ് ടു ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് ലക്കോളിത്ത്. പിന്നെ നമുക്ക് തിരിച്ച് ബത്തോലിത്ത് വരെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ബത്തോലിത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു റീജിയനായിട്ട് നമ്മൾ മിക്കവാറും കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം ഈ മാഗ്മ ചേമ്പർ ഭയങ്കര ഹോട്ടാണ്. സോ ഇതിന്റെ തൊട്ട് മീതെയുള്ള റോക്സ് ഏത് ടൈപ്പോ ആയിക്കോട്ടെ, സെഡിമെന്ററിയോ ഇല്ലെങ്കിൽ മെറ്റമോർഫിസോ ഇല്ലെങ്കിൽ ഇഗ്നിസോ എങ്ങനത്തെ റോക്ക് ആണെങ്കിലും അതിൽ ഇത് വീണ്ടും മെറ്റമോർഫിസത്തിന് എന്താ പറയുന്നത് ഫോഴ്സ് ചെയ്യും. ബിക്കോസ് ഇത്രയും ടെമ്പറേച്ചർ ആണ് ആ റോക്സിൽ ആക്ട് ചെയ്യുന്നത്. സോ ദോസ് റോക്സ് ഇമ്മീഡിയറ്റ്ലി എബവ് ദിസ് മാഗ്മ ചേമ്പർ വിൽ ഓൾസോ ഗെറ്റ് മെറ്റമോർഫ്. ഇത്രയും വലിയ റീജിയൻ ആണ് നമ്മൾ ബത്തോലിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ബത്തോലിത്ത് വിൽ ബി എക്സ്പോസ്ഡ്
only when ഇതിന്റെ മീതേക്കുള്ള അത്രയും സാധനങ്ങൾ ഇറോഡഡ് ആയി പോയി കഴിഞ്ഞാണ് ബത്തോലിത്ത് നമുക്ക് എക്സ്പോസ് ആകുന്നത്. സോ ബത്തോലിത്തും നെക്സ്റ്റ് വൺ ഈസ് ഇത് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഇനി പഠിക്കും. അതായത് ഈ വോൾക്കാനിക് ആക്ടിവിറ്റീസ് എപ്പോഴും കൂടുതലായിട്ട് കാണുന്നത് ഏരിയാസ് ഓഫ് ഇന്റൻസീവ് ഫോൾഡിങ് ഓർ ഫോൾട്ടിങ് വരുന്നിടത്താണ്. അപ്പം ഓൾറെഡി ഒരു ഫോൾട്ടോ ഉള്ള റീജിയൻ ആകുമ്പോൾ അതിനകത്ത് എന്താ പറയുക പല പ്ലെയിൻസ് ഓഫ് വീക്ക്നെസ് കാണും. അപ്പോൾ ഇത് പൊങ്ങി വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഹൊറിസോണിലെ ലാറ്ററൽ മൂവ്മെന്റിലെ ഏതെങ്കിലും ലാറ്ററൽ ഏരിയയിൽ ഈ മാഗ്മയ്ക്ക് കയറാവുന്ന സ്പേസ് ഉണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ഫ്ലോ ടു ദാറ്റ് ഡയറക്ഷൻ. അവിടെ പോയിട്ട് കൂളാവും. ഇത് കൂളാകുമ്പോൾ ഇത് ഏത് ഷേപ്പിലാണെന്നനുസരിച്ച് നമുക്ക് വീണ്ടും 2-3 ടൈപ്പ് ലാൻഡ് ഫോംസ് കിട്ടും. അതിൽ ഒന്നാണ് ലൊപ്പോലിത്ത്. മീൻസ് ഇറ്റ് വിൽ ബി ലാർജ് ആൻഡ് ഒരു എന്താ പറയുക കോൺകേവ് ഫോർമേഷൻ, അതായത് ടുവേർഡ്സ് ദ സ്കൈ. സോ ഇറ്റ് വിൽ ബി ലാർജ് കോൺകേവ് ഫോർമേഷൻ, ഇറ്റ് വിൽ ഫോം എ ലൊപ്പോലിത്ത്. പിന്നെയുള്ളതാണ് ഫാക്കോലിത്ത്സ്. ഫാക്കോലിത്ത്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ സിൻക്ലൈൻസും ആൻറ്റിക്ലൈൻസും ഒക്കെ ആണ്. സോ ആൻറ്റിക്ലൈൻസിലോ സിൻക്ലൈൻസിലോ ഈ ലാവ വന്നിട്ട് കൂൾ ചെയ്യുമ്പോൾ യു ഗെറ്റ് ഫാക്കോലിത്ത്സ്. ആൻഡ് നമ്മൾ ലക്കോലിത്തിനെ കുറിച്ച് പഠിച്ചു തന്നെ ഫാക്കോലിത്ത്സിനും താഴത്തെ ഇതിലേക്ക് ഒരു കണക്ഷൻ കാണും. ഓക്കെ, നെക്സ്റ്റ് വാട്ട് വി ആർ സ്റ്റഡിങ് ഈസ് സില്ലും ഷീറ്റും. സോ അത് നമ്മുടെ എന്താണ് ലൊപ്പോലിത്തിനേക്കാൾ ഇച്ചിരി ചെറുതായിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബി നിയർലി ഒരു ഹൊറിസോണ്ടലായിട്ട് വരുന്നത്. അപ്പം അത് തിന്നാണെങ്കിൽ ഷീറ്റ് എന്നും നല്ല തിക്കാണ് സില്ലെന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ഏരിയ കവർ ചെയ്തു. ഇനി നമ്മൾ വെർട്ടിക്കലിലേക്കാണ് വരുന്നത്. സോ ഇത് വെർട്ടിക്കലി വന്നിട്ട് ഒരു നിയർലി വെർട്ടിക്കൽ അല്ലെങ്കിൽ ബ്രാഞ്ചിലെ വെർട്ടിക്കലൊക്കെ ആയിട്ട് നിന്ന് കൂൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ഡൈക്ക് എന്ന് വിളിക്കും. ആൻഡ് ഈ ഡൈക്കിന്റെ എക്സ്പോസിഷൻ 2 ടൈമിൽ നടക്കാം. ഒന്ന് ഇതിന്റെ ചുറ്റിനുമുള്ളത് എന്താ പറയുന്നത് റോക്കിനേക്കാൾ ഇത് അപ്പൊ ഈ ചുറ്റിനുമുള്ള റോക്ക് ആദ്യം വെതേർഡ് അവേ ആവും, അല്ലെങ്കിൽ ഇറോഡഡ് ആവും. ചുറ്റിനുള്ള റോക്ക് മാറിക്കഴിയുമ്പോൾ ഇത് മാത്രമായിട്ട് ഒരു വെർട്ടിക്കൽ വാൾ പോലെ നിൽക്കാം. ഫോർ എക്സാമ്പിൾ, സെക്കൻഡ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഈസ് ദാറ്റ് ഈ ഡൈക്ക് ഫോർമേഷനുള്ള മെറ്റീരിയൽ ചുറ്റിനുള്ള റോക്കിനേക്കാൾ ലെസ് റെസ്റ്റന്റ് ആയിരിക്കും. സോ ഇതിൽ ആദ്യം ഇറോഷൻ സംഭവിക്കും. ഇത് ഇറോഡഡ് ആയി പോയി കഴിയുമ്പോൾ നമുക്കൊരു ട്രഞ്ചോ ക്യാവിറ്റിയോ കിട്ടും. ഓക്കെ, സോ ദോസ് ആർ ദ 2 ടൈപ്സ് ഓഫ് ദാറ്റ് വി ഗെറ്റ്. പിന്നെ ഇത് ലാവ, കാരണം ഇതൊക്കെ എർത്തിന്റെ അകത്താണ്. നെക്സ്റ്റ് ഈ ഇമേജിലുള്ള ലാവ പ്ലാറ്റോസ് ആണ്. അത് നമ്മൾ എക്സ്ക്ലൂസീവിലേക്ക് വരുമ്പോൾ നമുക്ക് അത് പഠിക്കാം. ഓക്കെ, ഞാൻ ഇമേജ് ഷെയർ ചെയ്ത് തരാം, നോക്കാം. ഓക്കെ, എല്ലാവർക്കും ചാറ്റിലെ ഇമേജ് കിട്ടിയോ? ഇല്ല sir. ഇല്ല സർ. ഓക്കെ, സോ ജസ്റ്റ് ഈ ഇമേജ് റെഫറൻസ് ആയിട്ട് വെച്ചാൽ യു ക്യാൻ ഈസിലി റിഫ്രഷ് യുവർ മെമ്മറി. ഇത് കാരണം നമ്മൾ വിചാരിക്കുന്നത് വരയ്ക്കാൻ വേണ്ടി പാടുള്ളൊന്നുമല്ല, ഇത് ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. ജസ്റ്റ് ഈ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ സാധനവും എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഒരു ഷേപ്പ് ഒക്കെ മനസ്സിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ ഹാർഡ് പോർഷൻ. ഇത് ഭയങ്കര എളുപ്പമുള്ള സാധനം. ഓക്കെ, ദിസ് ഇമേജ് ഈസ് നോട്ട് ദാറ്റ് നൈസ്, അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ കൊണ്ട് എടുത്ത് ഇതിൽ ആഡ് ചെയ്തത്. സോ ദിസ് വിൽ ഹാവ് ഓൾ ദി ഫീച്ചേഴ്സ്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എക്സ്ക്ലൂസീവ് ലാൻഡ് ഫോംസ് ആണ്. എക്സ്ക്ലൂസീവ് ലാൻഡ് ഫോംസ് നമുക്ക് ഉള്ളത് ഒന്ന് വോൾക്കാനിക് പ്ലാറ്റോ. ഇതൊരു വലിയ റീജിയനിൽ പരന്ന് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് വോൾക്കാനിക് പ്ലാറ്റോസ് കിട്ടാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ വോൾക്കാനിക്ക് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന വോൾക്കാനിക് കോൺസ്. അത് 2-3 ടൈപ്പ് ഉണ്ട്. ഷീൽഡ് ഉണ്ട്, സിൻഡർ ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്. വിൽ സ്റ്റഡി ഓൾ ദോസ്. സോ ദിസ് ഇസ് ദ ബേസിക് ക്ലാസിഫിക്കേഷൻ.
ഓക്കെ, പിന്നെ വോൾക്കാനോ നമ്മൾ വേറെ ഒരു 3 രീതിയും കൊണ്ട് നമ്മൾ ജനറലി ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യും. അതായത് ആക്റ്റീവ്, ഡോർമെന്റ് ഓർ എക്സ്റ്റിങ്ക്ട്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിൽ വോൾക്കാനിസത്തിന്റെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് ആക്റ്റീവ്. ഡോർമെന്റ് മീൻസ് it is not active as of now, but it can become active in the future. എപ്പോൾ വേണേലും ആക്റ്റീവ് ആകാൻ സാധ്യതയുള്ളതിന് നമ്മൾ ഡോർമെന്റ് എന്ന് പറയും. ദെൻ എക്സ്റ്റിങ്ക്ട് മീൻസ് അതിൻ്റെ അടിയിലേക്കുള്ള മാഗ്മ ചേമ്പറൊക്കെ ഫുള്ളി എം ടി ആയി കാണും, അത് അങ്ങനെ വേറെ കണക്ഷൻ ഒന്നുമില്ല. സോ ദാറ്റ് വോൾക്കാനോ ഇസ്, ഇനി അതിൽ വോൾക്കാനിസം എന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് എന്താ പറയുക പ്രതീക്ഷയില്ല. സോ ദോസ് ആർ ക്ലാസിഫൈഡ് ആസ് എക്സ്റ്റിങ്ക്ട്. അത് വോൾക്കാനിസത്തിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഇനിയുള്ള വോൾക്കാനിക് പ്ലാറ്റോയിലേക്ക് പോകും. സോ അതായത് ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം ഉണ്ട്, അത് നമ്മൾ ഇച്ചിരി വരുമ്പോൾ പഠിക്കും. ഹോട്ട്സ്പോട്ട് വോൾക്കാനിസത്തിന്റെ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഒരു ഹോട്ട്സ്പോട്ടാണ് റിയൂണിയൻ ഹോട്ട്സ്പോട്ടൊക്കെ. സോ വൈൽ അതിൻ്റെ അടിയിൽ നമുക്ക് എന്താ പറയുന്നത് മാഗ്മ ഭയങ്കര ആക്റ്റീവായിട്ട് സർഫസിനോട് വളരെ ചേർന്നൊക്കെ ആയിരിക്കും. മാഗ്മ പെട്ടെന്ന് തന്നെ സർഫസിലേക്ക് വരികയും ചെയ്യും. ബട്ട് വലിയ എക്സ്പ്ലോഷൻ ആയിരിക്കത്തില്ല, ബട്ട് ഇറ്റ് വിൽ ജസ്റ്റ് ഫ്ലോ ഓവർ ലാർജ് ഏരിയസ് ആൻഡ് ഇറ്റ് വിൽ ഫോം വോൾക്കാനിക് ലാൻഡ് ഫോംസ്. സോ അങ്ങനെ വോൾക്കാനിക് ലാവ കൊണ്ട് വലിയ പ്ലാറ്റേഴ്സ് ഉണ്ടാകും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഡക്കൻ ട്രാപ്പിലുള്ള ഡക്കൻ ലാവ ട്രാപ്പ്. സോ എന്താ പറയുന്നത് നമ്മുടെ കോർണൽ ക്രസ്റ്റിലുള്ള ക്രാക്സിൽ കൂടെ ഈ ബസാൾട്ടിക് ലാവ പുറത്തേക്ക് വന്നിട്ട് ഇറ്റ് വിൽ സ്പ്രെഡ് അക്രോസ് എ ലാർജ് റീജിയൻ ആൻഡ് ഇറ്റ് വിൽ ഫോം വോൾക്കാനിക് ലാവ പ്ലാറ്റേഴ്സ്. ഓക്കെ, അതിൽ നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് നമ്മുടെ ഡക്കൻ ട്രാപ്സ്. യാ, സോ ഇതാണ് ഞാൻ പറഞ്ഞ റിയൂണിയൻ ഹോട്ട്സ്പോട്ട്. സോ വൈൽ ഇന്ത്യ വാസ് ട്രാവലിംഗ് ഫ്രം സൗത്ത് ടു നോർത്ത്, നമ്മുടെ ഇത് ഈ റിയൂണിയൻ ഹോട്ട്സ്പോട്ടിനെ പാസ് ചെയ്തു. ആ റിയൂണിയൻ ഹോട്ട്സ്പോട്ടിനെ പാസ് ചെയ്ത ടൈമിലാണ് ഈ പറയുന്ന ഡെക്കൻ ട്രാപ്സിന്റെ ഫോർമേഷൻ നടക്കുന്നത്. കാരണം ആ ടൈമിൽ ഈ ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം നടന്നിട്ട് ഇതിനകത്തെ മാഗ്മ എല്ലാം കൂടെ അപ്പോൾ അതൊക്കെ സർഫസിലേക്ക് വന്ന് ഇറ്റ് ഫ്ലോഡ് ഓവർ എ ലാർജ് ഏരിയ ആൻഡ് ഇറ്റ് കൂൾ ഡൗൺ. അങ്ങനെ ആ ഡെക്കൻ ട്രാപ്പ് റീജിയൻ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നുണ്ടായ ബ്ലാക്ക് സോയിലിനെ നമ്മൾ റഗർ എന്നൊക്കെ വിളിക്കും, വിച്ച് വിൽ സ്റ്റഡി ഇൻ സോയിൽ ടൈപ്സ് ഇൻ ഇന്ത്യൻ ജോഗ്രഫി. സോ ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഡെക്കൻ ട്രാപ്പ്. ബട്ട് ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഡെക്കൻ ട്രാപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് വോൾക്കാനിക് പ്ലാറ്റോ. ഓക്കെ, സോ വോൾക്കാനിക് ലാവ പ്ലാറ്റോയുടെ ഒരു കോമൺ എക്സാമ്പിൾ ആണ് ഒന്ന് നമ്മുടെ ഡെക്കൻ ലാവ ട്രാപ്സും പിന്നെ കൊളംബിയയിലുള്ള സ്നേക്ക് പ്ലാറ്റോ, ദ കൊളംബിയൻ സ്നേക്ക് പ്ലാറ്റോ. ഓക്കെ, പിന്നെയുള്ളതാണ് വോൾക്കാനോയുടെ നമുക്കറിയാവുന്ന ടൈപ്സ്. ഇനി ഞാൻ പറഞ്ഞ കോൺസ് നമ്മളിവിടെ കണ്ടു, 3 ടൈപ്പ് പഠിക്കാനുണ്ട്: ഷീൽഡ്, സിൻഡർ കോൺ ആൻഡ് കോമ്പോസിറ്റ് വോൾക്കാനോസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. Okay, these are available in your text also. So shield volcanoes are which are the largest of the earth. Notes additional points added. Basically നമ്മുടെ NCERT based ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് അത് വായിച്ച് നമുക്ക് പെട്ടെന്ന് എന്താണ് ഗ്രാസ്പ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. സോ ഷീൽഡ് കോൺ വോൾക്കാനോസ് ആർ ദ ലാർജസ്റ്റ് ഓഫ് ദ, അതായത് നമുക്ക് ഉള്ള വോൾക്കാനോസിൽ ഏറ്റവും വലിയ വോൾക്കാനോസ് ഉണ്ടാകുന്ന ഷീൽഡ് കോണിൽ നിന്നാണ്. അത് നമ്മുടെ ബസാൾട്ടിക് ലാവ. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ചു ഇത് വളരെ ജെന്റിൽ ഫ്ലോ ആണ്. സോ എന്താണ് വളരെ ആക്സസിബിൾ ആയിട്ട് വലിയ റീജിയനിൽ ജെന്റിൽ സ്ലോപ്സ് ഒക്കെ ആയിട്ടുള്ള ബസാൾട്ടിക് ലാവ ഫ്ലോയിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാകുന്നത്. ദെൻ ഇതിന്റെ സൈഡ്സ് ഓൾറെഡി സ്റ്റീപ്പ് എല്ലാം നമ്മൾ പഠിച്ചു ബസാൾട്ടിക് ലാവ ഫ്ലോയിൽ. പിന്നെ ദേ ബിക്കം എക്സ്പ്ലോസീവ് ഇഫ് വാട്ടർ ഗെറ്റ്സ് ഇൻ ടു ദ വെന്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് മാഗ്മ റൈസ് ചെയ്യുന്ന ടൈമിൽ സൈഡിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വാട്ടർ ചേമ്പേഴ്സ് വന്നാൽ ഇഫ് ദ വാട്ടർ ഗെറ്റ്സ് ഇൻ ടു ദിസ് വെന്റ്, that water, that will be a very huge amount of water and that is going to evaporate rapidly. അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, അതിനകത്ത് വളരെ ഹൈ പ്രഷർ ബിൽഡപ്പ് ആവും ഓഫ് ദിസ് വാട്ടർ വേപ്പർ ആൻഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു ആൻ എക്സ്പ്ലോഷൻ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ജനറലി ഇത് വളരെ എന്താ പറയുക കാമായിട്ട് എല്ലാവർക്കും ഫ്ലോ ചെയ്യുന്ന സാധനമാണ്. സോ ഇറ്റ് ഡസൻ ജനറലി എക്സ്പ്ലോഡ്, ബട്ട്
presence of water vapor in the vent can cause explosions. So നമ്മുടെ മൗണ്ടൻസിന്റെ എക്സാമ്പിൾ മൗക്കിയം ഒക്കെ the Hawaiian volcanoes. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹവായൻ ഐലൻഡിലുള്ള volcanoes are an example of this. അതിന്റെ ജനറൽ ഷേപ്പ് ഉണ്ട്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദിസ് ഇസ് മൗണ്ട് കിയ. വളരെ ജെന്റിൽ ആൻഡ് ഒരു ലോങ് റീജിയനുള്ള സ്ലോപ്പ് ആയിരിക്കും. അതിന്റെ ടോപ്പിൽ ആ വോൾക്കാനിക് എന്താ പറയുക കോൺ കാണും. ബട്ട് ഇത് വലിയ എക്സ്പ്ലോസീവ് ഒന്നുമല്ല. Generally, it flows over, it cools down over a large area and forms volcanoes. So that is shield volcanoes. Next one is the cinder cone volcanoes. Either cinder cone volcanoes are typical of the smaller volcanoes. നമുക്ക് ഒത്തിരിയുള്ള ഈ പസഫിക് ഐലൻഡ്സിലൊക്കെ കൂടുതൽ കാണാൻ പോകുന്ന സിൻഡർ കോൺ വോൾക്കാനോസ് ആണ്. സോ അവരുടെ ലാവ എന്ന് പറഞ്ഞാൽ ലെസ് ഫ്ലൂയിഡിക് ആണ്. അപ്പോൾ ലെസ് ഫ്ലൂയിഡിക് ആകുമ്പോൾ ഇതിന് എക്സ്പ്ലോഷനുള്ള ചാൻസ് കൂടുതല. കാരണം ലാവ ഇതിന്റെ പ്ലഗിൽ തന്നെ കൂൾ ചെയ്തൊക്കെ വേണം പ്രഷർ ബിൽഡപ്പ് ചെയ്തൊക്കെ എക്സ്പ്ലോഷനുള്ള ചാൻസ് കൂടുതല. സോ ദീസ് ഡെവലപ്പ് ലാർജ് സെൻട്രൽ ക്രൈറ്റേഴ്സ്. ഇതിന്റെ സെൻട്രലിലെ ക്രൈറ്റർ വളരെ വലുതായിരിക്കും. ബിക്കോസ് ഈ എക്സ്പ്ലോസീവ് നേച്ചർ കാരണം, അത് ഡിസ്ട്രക്ഷൻ കാരണം ഇറ്റ് വിൽ ഫോം ലാർജ് ക്രൈറ്റേഴ്സ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ acidic lava ആയതുകൊണ്ട് ഇറ്റ് വിൽ ഹാവ് സ്റ്റീപ്പ് സ്ലോപ്സ്. വൈ? ബിക്കോസ് ദി വിസ്കസ് ലാവ സോളിഡിഫൈഡ്സ് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഒത്തിരി ഡിസ്റ്റൻസിലേക്ക് ഫ്ലോ ചെയ്യാതെ അവിടെ തന്നെ സോളിഡിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫോം സ്റ്റീപ്പ് സ്ലോപ്സ്. പിന്നെ ഇത് ഒരു വാലിയിലേക്കാണ് ഫ്ലോ ചെയ്ത് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നമുക്ക് ലാവ ടങ്സ് ഉണ്ടായി കിട്ടും. ഈ മൗണ്ടന് തൊട്ട് താഴെ ഒരു വാലി ഉണ്ടെങ്കിൽ ആ വാലിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങുവാണെങ്കിൽ ഇറ്റ് വിൽ ഒരു വലിയ ലോങ് ഇതായിട്ട് അവിടെ അങ്ങോട്ട് കൂൾ ചെയ്യും. യു ഗെറ്റ് ലാവ ടങ്സ്. ഇതിന്റെ എക്സാമ്പിളാണ് നമ്മുടെ ജപ്പാനിലുള്ള മൗണ്ട് ഫ്യൂജിയാമ. എക്സാമ്പിൾസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ കുറച്ചൊക്കെ ഇമ്പോർട്ടൻറ്റ് വോൾക്കാനോസ്. ബട്ട് ജസ്റ്റ് ഹാവ് എൻ ഐഡിയ ഓഫ് വാട്ട് ഈസ് എ ഷീൽഡ് വോൾക്കാനോ. ഷീൽഡ് വോൾക്കാനോ നമ്മുടെ ബേസിക് ലാവയിൽ നിന്നുണ്ടാകുന്നതാണ് ഷീൽഡ് വോൾക്കാനോ. ജെന്റിൽ സ്ലോപ്സ്. ഓക്കെ. പിന്നെ സിൻഡർ കോൺ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ലാവയിൽ നിന്നുണ്ടാകുന്നു. ഓവർ എ വെരി ഷോർട്ട് റീജിയനിലാണ് പെട്ടെന്ന് കൂളാവും. സോ ഭയങ്കര സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്. പിന്നെ ഒരു ക്രൈറ്റർ കാണും വിച്ച് വിൽ ബി റിയലി big compared to the other ones. Okay. An example ആണ് Mount Fujiyama in Japan is an example of a cinder cone volcano. Okay. അത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ ഇത്രയും? Yes, sir. So next one will be a composite cone. അപ്പോൾ these will form the most highest and most common of the volcanic mountains ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ്? ഷീൽഡ്. അത് ലാർജസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ച സിൻഡർ കോൺ വിച്ച് വിൽ ഫോം ദ സ്മോൾ വോൾക്കാനോസ്. പിന്നെ ഉള്ളതാണ് കോമ്പോസിറ്റ് കോൺ. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് 2-3 ടൈപ്പ് ചേർന്നുണ്ടാകുന്നതായിരിക്കും. സോ ദിസ് വിൽ ഫോം ദ ഹയസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കോമൺ. ഏറ്റവും ഹയസ്റ്റും ഏറ്റവും കോമൺ ആയിട്ടുള്ള വോൾക്കാനിക് കോൺസ് ആണ് composite cone volcanoes, and these will form volcanic mountains. Okay, അതിൽ each new eruption will create new layers. അപ്പോൾ ആദ്യം ഒരു ഉണ്ട്, അടുത്ത സക്സസീവ് എറപ്ഷൻ അതിൻ്റെ മീതെ വരുന്നത് അവിടെ നിന്ന് കൂളാവും, അടുത്ത എറപ്ഷൻ. സോ ഇറ്റ് വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടേം കൂടെ ഉണ്ട്. സോറി, ആൻട്രേഷൻ. That is a parasitic cone. Okay, so what is a parasitic cone? So ഒരു ഇതിന്റെ മെയിൻ ലാവയുടെ വെന്റിൽ നിന്ന് സൈഡിലേക്ക് വരുന്ന ഇതാണ് ഒരു ചെറിയ കോണായിട്ട് വരും. സോ ദിസ് വിൽ ഫോം എ പാരസൈറ്റിക് കോൺ. അവിടുന്ന് ഒരു സെപ്പറേറ്റ് ഫ്ലോ ഒക്കെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഫോംസ് എ പാരസൈറ്റിക് കോൺ. ഈ സൈഡിലുണ്ട്. സോ if you have two parasitic cones of lava, then this is the main vent. നടക്ക് തിക്കായിട്ട് കാണുന്നതാണ് ഇതിന്റെ മെയിൻ വെന്റ്. മെയിൻ വെന്റിൽ ഉള്ള
ഇത് ഒരു ക്രേറ്റർ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ മെയിൻ വെന്റ്. അപ്പൊ ഇതിന് നമ്മൾ സ്ട്രാറ്റോ വോൾക്കാനോസ് എന്ന് വിളിക്കും. വൈ? ബിക്കോസ് സ്ട്രാറ്റോ വോൾക്കാനോസ്, കാരണം ഇതൊരു ലെയേഴ്സ്, പല സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്ട്രാറ്റോ വോൾക്കാനോസ് എന്ന് വിളിക്കും. ഇതിൽ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. സ്ട്രോംബോളി, all of which come in the Mediterranean region, ആൽപ്സിലേക്കുള്ളതാണ്. വെസൂവിയസ്, again ഫ്യൂജി ഒക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക്, എറ്റ്നൈസ് ഇൻ സിസിലി, ദെൻ മൗണ്ട് കോട്ടോപാക്സി, ദെൻ കാലിഫോർണിയയിലുള്ള ഇതും. സോ ഇതെല്ലാം ഒന്നും പഠിക്കേണ്ട. These are some examples mentioned in your textbook and stuff. So ഇതൊക്കെ മാപ്പിൽ ജസ്റ്റ് എവിടെയാണെന്നൊരു ഐഡിയ കണ്ടുവച്ചേക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കോമ്പോസിറ്റ് വോൾക്കാനോ. ഇനി നമുക്ക് കാൽഡറയാണുള്ളത്. ഈ കാൽഡറ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വോൾക്കാനിക് എറപ്ഷന്റെ സമയത്ത് ഇഫ് ഇറ്റ്സ് എ വെരി ലാർജ് എക്സ്പ്ലോഷൻ, ഈ വോൾക്കാനോയുടെ വാൾസ്, ഇപ്പം ശരിക്കും ഇതിന്റെ ഇനിഷ്യൽ കോൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇത് we can imagine this volcano to have been something like this. ഈ കോൺ ഇങ്ങോട്ടും വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ക്രേറ്റർ ഒക്കെ ഉള്ള വോൾക്കാനോ ആയിരുന്നായിരിക്കും ഇത്. ബട്ട് ഇതിനകത്ത് എന്താ പറയുന്നത്, സോ സംടൈംസ് ദിസ് റീജിയൻ മൈറ്റ് ഗെറ്റ് ഫിൽഡ് വിത്ത് ലാവ. ഇവിടെ എപ്പോഴും ബ്ലോക്ക്ഡ് ആയിരിക്കും. സോ ആ ഒരു പ്രഷർ ബിൽഡപ്പ് കാരണം ഇറ്റ് മൈറ്റ് ജസ്റ്റ് എക്സ്പ്ലോഡ്. അപ്പോൾ എക്സ്പ്ലോഷനിൽ നിന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ക്രേറ്റർ മേ ഗെറ്റ് ബ്ലോൺ ഓഫ്. ഒന്നിനത് പുറത്തേക്ക് തെറിച്ചു പോകാം, ഇല്ലെങ്കിൽ എക്സ്പ്ലോഷൻ്റെ പവർ കാരണം ഇത് അകത്തേക്ക് കൊളാപ്സ് ചെയ്യാം. എങ്ങനെയായാലും ഇതിൻ്റെ ആ കോൺ ഷേപ്പ് മാറിയിട്ട് ഇതിൻ്റെ മീതെ ഒരു ക്രേറ്റർ ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടത് ക്രേറ്റർ ഉണ്ടാവും. ഈ ക്രേറ്റർ ഒത്തിരി വലുതാവുമ്പോഴാണ് നമ്മളിതിനെ ഒരു കാൽഡെറ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ വോൾക്കാനിക് കാൽഡെറ ആൻഡ് ദാറ്റ് ഫോർമേഷൻ ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഹൈലി എക്സ്പ്ലോസീവ് ഫോംസ് ഓഫ് വോൾക്കാനിസം. നെക്സ്റ്റ് ഇതിൽ ഈ കാൽഡെറ എന്തായാലും ഫോം ആയി, ദെൻ ആ വോൾക്കാനോ പിന്നെ കുറെ കാലത്തേക്ക് ഇറ്റ് മൈ നോട്ട് ബി റിയലി ആക്റ്റീവ്. സോ വാട്ടർ ക്യാൻ ഗെറ്റ് കളക്റ്റഡ് ഇൻ ടു ദാറ്റ് ഡിപ്രഷൻ ആൻഡ് വിൽ ഫോം എ കാൽഡെറ ലേക്ക്. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് എ കാൽഡെറ. ഓക്കെ, സോ ഇറ്റ്സ് 12 o'clock. നമുക്ക് ഒരു 10 minutes ബ്രേക്ക് എടുക്കാം. എൻ്റെ സൗണ്ട് തിരിച്ചു വരട്ടെ. ദെൻ വിൽ കം ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ദ നമ്മുടെ വോൾക്കാൻസിനെ കുറിച്ച് ഇനി ഒരു കുറേ കാര്യങ്ങളുണ്ട്. വിൽ സീ ടു ദാറ്റ് ആഫ്റ്റർ ദ ബ്രേക്ക്.
ഓക്കെ, ആസ് യൂഷ്വൽ കുറെ പേരൊക്കെ ഉണ്ട്. ചായ കുടിക്കാൻ പോയിട്ട് ചിലരെ കാണാതെ പോയി. പോട്ടെ. ഇപ്പൊ നമ്മൾ വോൾക്കാനിക് ടൈപ്സ് കുറച്ച് പഠിച്ചു. വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് വോൾക്കാനോ, അതിന്റെ കോൺസ് ഒക്കെ. നെക്സ്റ്റ് ഇതിന്റെ കുറെ കാര്യങ്ങൾ വോൾക്കാനിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒന്ന്, ഇതൊരു നാച്ചുറൽ കാറ്റാസ്ട്രോഫിയാണ്. കാരണം ഒരു വോൾക്കാനിക് ഇറപ്ഷന്റെ കൂടെ എപ്പോഴും നമുക്ക്, എപ്പോഴെന്ന് പറയാനുണ്ട, ബട്ട് in a broad sense it is related with a natural catastrophe. It can cause a lot of damage to the, what you say, humans as well as the property, earthന്റെ atmosphere. പല രീതിയിൽ അതിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ അതിന് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഒന്ന്, ഈ എൻഗൾഫിങ്, കാരണം ഇതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫ്ലോ ചെയ്തു പോകുന്ന ലാവ. ഈ ലാവ ഫ്ലോ ചെയ്ത് പോകുന്ന അത്ര റീജിയനിൽ, കാരണം ഇത്രയും ഹോട്ട് സാധനം വരുമ്പോൾ വാട്ട് എവർ ഇസ് ദർ ഇൻ സ്പാർക്ക്, അതിൻ്റെ ആ വഴിയിലുള്ള എല്ലാ സാധനത്തിനെയും അത് നശിപ്പിക്കാനുള്ള ഒരു ടെമ്പറേച്ചറും പവറും ഉള്ള സാധനമാണ് ലാവ ഫ്ലോ. ആൻഡ് നമ്മൾ പഠിച്ച മറ്റേ ഒരു ബസാൾട്ടിക് ലാവ ഫ്ലോസ് ഒക്കെ ആണെങ്കിൽ ദേ ക്യാൻ ഫ്ലോ അറ്റ് വെരി ഹൈ സ്പീഡ്സ്, ഒരു 30-40 km/h ആ ഒരു സ്പീഡിലേക്കൊക്കെ വേണമെങ്കിൽ അതിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ദെൻ എന്താ പറയുന്നത്, ഇതിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ആഷ്, കാരണം ഇതിന്റെ ഇനിഷ്യൽ എക്സ്പ്ലോഷനിൽ large amount of ash may be generated in some cases. അപ്പം this can then, എന്താ പറയുന്നത്, ഇത് പൊങ്ങിപ്പോയിട്ട് മഷ്റൂം ക്ലൗഡ് അതിന് ചുറ്റുമുള്ള റീജിയനിൽ ഇറ്റ് ക്യാൻ ജസ്റ്റ് precipitate like rain. ഒരു ഫുൾ റീജിയനിൽ ഇതിന്റെ ആഷിന്റെ precipitation ഉണ്ടാകും. ദാറ്റ് ക്യാൻ ബി, എന്താ പറയുക, റിയലി ഡാമേജിങ്. കാരണം ചെടിയും മരവും എല്ലാം മൂടിപ്പോവും. സോ ഇറ്റ് വിൽ എഫക്ട് ദ ലൈഫ് സൈക്കിൾ തന്നെ. അപ്പോൾ ആ ഫുഡ് ചെയിനൊക്കെ അത് എഫക്ട് ചെയ്ത് ഇറ്റ് ക്യാൻ. Then mud flows, കാരണം ഈ വോൾക്കാനിക് ആഷ് ഹെവി റെയിൻസുമായിട്ട് സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊരു കോമ്പാക്ട് മെറ്റീരിയൽ ആവത്തില്ല. ദെൻ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ഫ്ലോയിങ് ലൈക്ക് മഡ്. അതിൽ മഡ് ഫ്ലോസ് ഉണ്ടാകാം. ദെൻ ഈ വോൾക്കാനിക് ഗ്യാസസ്, അതിൽ ഒത്തിരി പോയിസണസ് ഗ്യാസസ് കാണാം. ദാറ്റ് ക്യാൻ അഗെയിൻ ഡയറക്ട്ലി എഫക്ട് us. ഇങ്ങനെ പല ഇതും. പിന്നെ ആസിഡ് റെയിൻ ഉണ്ടാകും, കാരണം ഹൈഡ്രജനും സൾഫറിൻ്റെയൊക്കെ എന്താ പറയുന്നത് ഗ്യാസ്, ഈ വേപ്പേഴ്സ് ഉണ്ടാവും. ദീസ് വേപ്പേഴ്സ് ക്യാൻ ഗെറ്റ് കണ്ടൻസ്ഡ്. ആ വേപ്പേഴ്സ് കണ്ടൻസ്ഡ് ആയി കഴിയുമ്പോൾ യു ക്യാൻ ഗെറ്റ് ആസിഡ് റെയിൻ. ഓക്കെ, ദെൻ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടാണ് വോൾക്കാനിസംസ് ക്യാൻ ഓൾവേസ് ലീഡ് ടു എർത്ത് ക്വേക്സ്. അപ്പോൾ എർത്ത് ക്വേക്സ് ഉണ്ടാകും. എർത്ത് ക്വേക്സിൻ്റെ ഉള്ള ഡാമേജിങ് എഫക്ട്സ് വേറെ. പിന്നെ ഇതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസ് അല്ലെങ്കിൽ അണ്ടർ സീ വോൾക്കാനിക് ആക്ഷൻസ് ക്യാൻ ലീഡ് ടു സീസ്മിക് വേവ്സ് അല്ലെങ്കിൽ സുനാമി പോലത്തെ അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ വീണ്ടും അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിന്ന് ഒത്തിരി നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ എന്താ, നമുക്ക് ഇതിന്റെ കുറച്ച് പോസിറ്റീവ് എഫക്ട്സ് ഉണ്ട്. ദീസ് ആർ ഓൾസോ ടു ബി സ്റ്റഡി. ഒന്ന്, ന്യൂ ലാൻഡ് ഫോംസ്. ഒന്നെങ്കിലും ഒരു പുതിയ ഐലൻഡ് ഉണ്ടാകും, അതായത് ഒരു അറ്റോൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഐലൻഡ് ഉണ്ടാവും. പിന്നെ പുതിയ പ്ലാറ്റോസ്, വോൾക്കാനിക് മൗണ്ടൻസ്. സോ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ലാൻഡ് ഫോംസ്. പിന്നെ സോയിൽ ഫോർമേഷൻ. ഈ വോൾക്കാനിസത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഈ സാധനം കൂൾ ചെയ്ത് വെതർ ചെയ്ത് സോയിലായി കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ഫോം റിയലി rich and fertile soils, that because it will be rich in many minerals, so it can form really what is a fertile soils ഉണ്ടാകും. പിന്നെ ഈ വോൾക്കാനിക് ആഷ് അത് ഭയങ്കര ഫെർട്ടൈൽ ആണ്. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇംപ്രൂവ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ദെൻ മിനറൽ റിസോഴ്സസ്. ഈ സർഫസിലേക്ക് വരുന്ന സാധനങ്ങൾ മിക്കവാറും ഏതെങ്കിലും മിനറലൊക്കെ റിച്ച് ആയിട്ടുള്ള ഓർസ് നമുക്ക് കിട്ടാം. Then what, kimberlite rock of South Africa, source of diamonds. അതൊക്കെ ഒരു ഏൻഷ്യന്റ് വോൾക്കാനോടെ പൈപ്പാണ് നമ്മൾ നേരത്തെ കണ്ട കണ്ട്യൂട്ട് പോലെയുള്ള. കാരണം അതിലുള്ള അത്രയും ഹൈ പ്രഷർ ടെമ്പറേച്ചർ കാരണം the carbon present was metamorphed into diamond. That is the kimberlite rock of South Africa. Then where example are springs and geysers. What is a hot spring? വീണ്ടും എല്ലാവരും ചോദിക്കട്ടെ. സുശാന്ത്, ഹോട്ട് സ്പ്രിങ്സ് എന്താണ്? ഹോട്ട് സ്പ്രിങ് അറിയില്ല സാർ. ആരോട് എന്ത് ചോദിച്ചാൽ എല്ലാവർക്കും ഈസി ആൻസർ ആണ്, അറിയത്തില്ല.
ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ നമ്മൾ കുഞ്ഞുകാലം തൊട്ട് അവിടെ ഇവിടെ കേൾക്കുന്നില്ലേ? ഹോട്ട് സ്പ്രിംഗിലെ ഗീസേഴ്സ്. വാട്ട് ഇസ് എ സ്പ്രിംഗ്? സ്പ്രിങ് ഒരു കാലല്ലേ, ഋതു, എന്തോ ഒരു ഇതല്ലേ, ഋതു അല്ലേ? ഋതു എന്നും പറയാം, അല്ലാതെ നമ്മളൊരു നാച്ചുറൽ സ്പ്രിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു നീരുറവ. അപ്പൊ അത് തന്നെ ചൂടായിട്ട് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ഹോട്ട് സ്പ്രിംഗ്. ഓക്കെ, നമുക്ക് പരിചില്ലാത്ത വാക്കുകൾ കാണുമ്പോൾ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് അതിന് പുതിയ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക. സോ ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഗേസേഴ്സ്, ദീസ് ആർ ഓൾസോ എൻ എഫക്റ്റ്, എന്താ പറയുക, ഒരു വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു എന്താ പറയുന്നത്, ഒരു മാഗ്മ ചേംബർ ഉണ്ടായിരിക്കും. യു മൈറ്റ് ഹാവ് എ മാഗ്മ ചേംബർ, ആൻഡ് ഈ മാഗ്മ ചേംബറിന് അടുത്ത് തന്നെ എന്താ പറയുന്നത് ഒരു വാട്ടർ ബോഡി കാണാം. മീൻസ് റെയിനോ എന്തെങ്കിലും കാരണം ഈ പറഞ്ഞ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഇറ്റ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ഡൗൺ ത്രൂ ദ പോറസ് റോക്ക് സ്ട്രക്ചർ. അത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ കം ഇൻ കോൺടാക്ട് വിത്ത് ദ, ഇല്ലെങ്കിൽ ഈ താഴെ നിന്നുള്ള ഹീറ്റ് ഈസ് എന്തെങ്കിലും എഫക്ട് ചെയ്യും. സോ ഈ ഹീറ്റ് വരുമ്പം ഈ വെള്ളം ചൂടായിട്ട് വീണ്ടും റൈസ് ചെയ്യാൻ തുടങ്ങും, കാരണം ഇത് ഹീറ്റപ്പ് ആയതുകൊണ്ട്. സോ ഇതൊന്നെങ്കിൽ ഇങ്ങനെ ഒരു വേപ്പർ ഫോമിൽ ഇങ്ങനെ എർത്തിൽ നിന്ന് എന്താ പറയുക എജക്റ്റ് ആകാം, ഇല്ലെങ്കിൽ ചെറിയ സ്ട്രീംസിലും റിവേഴ്സിലും ഒക്കെ നമുക്കിങ്ങനെ ഹോട്ട് ബബിൾസ് കാണാം. If you guys can wait for a minute, I'll try to show you a video of a hot spring. Hold a second. Let me see if I have it with me. Okay. Okay, can you see this video? ഇത് നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയൻ റീജിയനിലുള്ള ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ്. ഇതൊക്കെ നമുക്ക് ഈ ചൂടുവെള്ളം കാരണം ഇത് നാച്ചുറലി നമ്മുടെ വെള്ളത്തിൽ നിന്ന് ആവിയായിട്ട് തന്നെത്താൻ വരുന്നതാണ്. സർഫസ് വാട്ടറിൽ നിന്ന് ഇറ്റ് ബിക്കംസ് സോ ഹോട്ട്.
ഇതാണ് ശരിക്കും ഒരു ഹോട്ട് സ്പ്രിങ്ങിന്റെ നമുക്ക് ഏറ്റവും എന്താ ക്ലിയർ ആയിട്ട് കാണാൻ എക്സാമ്പിൾ. ബിക്കോസ് നമുക്ക് ആ സർഫസിൽ വരുന്ന വെള്ളം ദാറ്റ് വിൽ ബി റിയലി ബോയിലിംഗ്. നല്ലപോലെ ഇങ്ങനെ തിളയ്ക്കുന്ന വെള്ളം തന്നെ നമുക്ക് നോർമൽ ലേക്സിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് അവിടെ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ദാറ്റ് വിൽ സി. ആ വീഡിയോ കാണാമായിരുന്നു എല്ലാവർക്കും, അതോ സ്ട്രക്ക് ആയിരുന്നോ? കാണാമായിരുന്നു സർ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് എ ഹോട്ട് സ്പ്രിങ്. ഈ ഹോട്ട് സ്പ്രിങ് എന്ന് പറയുമ്പോൾ അപ്പം ഇതാണ് സംഭവിക്കുന്നത്. അവിടെ ചുറ്റിനുമുള്ള ഇതിൽ എന്താ പറഞ്ഞൊരു റോക്സ് കുറച്ച് പോറസ് ഒക്കെ ആയിരിക്കാം. സോ ഇറ്റ് വിൽ സ്ലോലി ലെറ്റ് ദ വാട്ടർ ഡൗൺ. ഈ വെള്ളം താഴത്തേക്ക് വരുമ്പോൾ എന്താ പറയുക, താഴത്ത് നമ്മുടെ മാഗ്മ ചേമ്പറിനുള്ള ഹീറ്റ് കാരണം ഇറ്റ് വിൽ കം അപ്പ് ആസ് എന്താ പറഞ്ഞൊരു ബോയിലിംഗ് സ്റ്റീമായിട്ട് വരാം. അപ്പോൾ ഡയറക്റ്റ് അത് സ്ട്രീംസിലേക്ക് വരുന്നതെങ്കിൽ അതൊരു ഹോട്ട് സ്പ്രിങ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മളുള്ള സ്റ്റീമായിട്ടൊക്കെ വരാം. അല്ലെങ്കിൽ ഡയറക്റ്റ് സർഫസിലേക്ക് വന്നാൽ ഒരു എന്താ പറയുക ഫൗണ്ടൻ പോലെ ചീറ്റുന്നതാണ് നമുക്ക് കാണാം. ഇങ്ങനത്തെ ചീറ്റുന്നത് നമുക്കുള്ളൊരു എക്സാമ്പിൾ അത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്നൊക്കെ പറയും, യെല്ലോ സ്റ്റോണിലൊക്കെ ഉള്ളത്. പിന്നെ ഇന്ത്യയിലാകുമ്പോൾ നമുക്ക് ഇവിടെ ഹിമാലയൻ ബെൽറ്റിൽ രണ്ടു നടത്തുന്നുണ്ടോ. ഇപ്പം നമ്മൾ കണ്ട പുക വാലിയിലേതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ മണികരൻ ഉണ്ട്. പിന്നെ നമുക്ക് തുർത്തുക്കിൻ്റെ അടുത്തുണ്ട്. സോ ദർ ആർ മെനി പ്ലേസസ്. Okay, so that is what is a geyser or hot spring. So water that is percolated into a porous rock is subjected to intense heat. അതിനെ അത് സൂപ്പർ ഹീറ്റ് ആക്കും. എന്നിട്ട് അത് തിരിച്ച് മുകളിലേക്ക് വരും. മുകളിൽ വന്നു കഴിയുമ്പോൾ ഇറ്റ് കംസ് ഔട്ട് ആസ് ഐദർ റിയലി ഹോട്ട് വാട്ടർ ഇൻ ടു സ്ട്രീംസ്, ഇല്ലെങ്കിൽ അത് സ്റ്റീം ആയിട്ട് തന്നെ പുറത്തേക്ക് വരും. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് എ ഗേസർ ആൻഡ് എ ഹോട്ട് സ്പ്രിങ്. ഓക്കെ, അപ്പം അതിന് കുറേ യൂസസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇതിൽ നിന്ന് ജിയോതെർമൽ എനർജി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ സ്പേസ് ഹീറ്റിംഗ്, ഇപ്പം നമ്മളിപ്പോൾ കണ്ട ഈ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ റീജിയനിലൊക്കെ നമുക്ക് താമസിക്കുന്നിടത്ത് റൂമിൽ ഒരു ഹീറ്റിംഗ് ഈ വാട്ടർ സപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ടാപ്പ് ഓൺ ചെയ്താൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ചൂടുവെള്ളം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ റൂമിലൂടെ ചെറിയ റേഡിയേറ്റർ ഉള്ള സാധനം വെച്ചിട്ട് അതിൽ കൂടി ഈ വെള്ളം പാസ് ചെയ്യുമ്പോൾ യു ക്യാൻ ആ റൂം തന്നെ ഹീറ്റപ്പ് ആവും. സോ അത് തന്നെ പിന്നെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യും. കാരണം ഓൾ ദീസ് റീജിയൻസ് പീപ്പിൾ വിസിറ്റ് ഫോർ ദ ഈ ഹോട്ട് സ്പ്രിങ്സ് കാരണം അവിടെ ടൂറിസ്റ്റ് ഒത്തിരി വിസിറ്റ് ചെയ്യും. ദെൻ എന്താ പറയുന്നത്, പിന്നെ ഈ വോൾക്കാനിക് റോക്സ് നമ്മൾ ഒത്തിരി കൺസ്ട്രക്ഷൻ പരിപാടിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ യൂസസ് ഓഫ് വോൾക്കാനോസ്. അതിൽ ജിയോതെർമൽ എനർജി എന്നുള്ള യൂസാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയിൽ ഇൻ പുക വാലി നമ്മളിപ്പോൾ കണ്ടത്. ദെൻ ദാറ്റ് ഈസ് ഇൻ ലഡാക്ക്. പിന്നെ ദർ ഈസ് ഇൻ മണികരൻ, ദാറ്റ് ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. പിന്നെ ഞാൻ പറഞ്ഞ USA യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലൊക്കെ അങ്ങനത്തെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ നമുക്ക് കാണാൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെയാണ് ഇത്രയും പഠിച്ചത്. ചെറിയ ടോപ്പിക് ആയിരുന്നല്ലോ. ഇതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടുമായിരുന്നു. നമുക്കിതിൽ എല്ലാ പോയിന്റ്സും കറക്റ്റ് പറയണമെന്നല്ല, ബട്ട് നമുക്ക് റഫായിട്ട് ഒരു ഔട്ട്ലൈൻ എഴുതാൻ കിട്ടിയില്ലേ? ഓൾസോ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, ഈ വോൾക്കാനോസ് എവിടെയൊക്കെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് പ്ലേറ്റ് മാർജിൻസ്. അത് നമ്മൾ ഇത് ഓൾറെഡി കണ്ടാണ്. ഇതൊരു ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസ് ആണ്. ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസ് വരുമ്പോൾ കോണ്ടിനെന്റ് സൈഡിൽ നമുക്ക് എന്താണ് വോൾക്കാനോസ് ഉണ്ടാവും. കാരണം ഇവിടെ സബ്സൈഡ് ചെയ്യുന്ന ലിത്തോസ്ഫിയർ താഴെ പോയിട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹൈ ഹീറ്റ് സോൺ, ഇറ്റ് വിൽ മെൽറ്റ് ആൻഡ് ദെൻ ഇറ്റ് വിൽ കം അപ്പ് ആസ് വോൾക്കാനോസ് ആൻഡ് ഇറ്റ് വിൽ ഫോം ഒരു ചെയിൻ ഓഫ് വോൾക്കാനോസ്. സോ ഒരു കോസ്റ്റൽ റീജിയനിൽ ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസിൻ്റെ അവിടെ നമുക്ക് വോൾക്കാനിക് മൗണ്ടൻ ചെയിൻസ് ഉണ്ടാവാം. ഓക്കെ, സോ ഇറ്റ് വിൽ ഫോം എ വോൾക്കാനിക് ആർക്ക് ഓർ എ വോൾക്കാനിക് ചെയിൻ. അതൊക്കെ അല്ലേ? യെസ് സർ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കുള്ളത് നമ്മൾ പഠിച്ചതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ മൗണ്ട് കൊട്ടോപാക്സ്. നമ്മളിപ്പോൾ പഠിച്ചു. മൗണ്ട് ചിംബോറാസോ, ഓൾ ദീസ് പ്ലേസസ് നമ്മൾ മാപ്പിൽ പഠിച്ചപ്പോൾ പഠിച്ചാണ്. ഈ മൗണ്ട് സെയിൻറ്റ് ഹെലൻസ്, ഇതൊക്കെ നമ്മുടെ കാസ്കേഡ് റേഞ്ചസിൻ്റെ അവിടെ വരും, യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് വരും. സോ ഇതൊരു ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസിൽ എന്താ പറയുന്നത്, ഷോർ ലൈനോട് അടുത്ത് നമ്മുടെ കോണ്ടിനെന്റ് സൈഡിൽ കാണുന്നതാണ് എന്താ പറയുക പ്ലേറ്റ് മാർജിൻ വരുന്ന വോൾക്കാനോസ്. Next you have an ocean convergence.
ഇത് നമ്മൾ പഠിച്ചാണ് ഓഷ്യൻ കൺവേർജൻസ് വരുന്നിടത്ത് എന്താ പറയുന്നത്, ഇതൊരു ഓഷ്യനിക് പ്ലേറ്റ്. സോ വൺ ഓഫ് ദിസ് വിൽ സബ്സൈഡ്. ആ സബ്ഡക്ഷൻ നടക്കുന്നിടത്ത് ഓഷ്യന്റെ ബേസിൽ തന്നെ വോൾക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. സോ ഇനിഷ്യലി ദിസ് വോൾക്കാനോ വിൽ ബി അണ്ടർ ദ ഓഷ്യൻ. പിന്നെ ഓവർ സക്സീഡിങ് ഇയേഴ്സ്, പല വർഷങ്ങളായിട്ട് ഇത് അതിന്റെ മീതെ പുതിയ എന്താ പറയുക ലെയേഴ്സ് ഉണ്ടാവും ഡ്യൂ ടു സക്സസീവ് ഇറപ്ഷൻസ്. ഓരോ ഇറപ്ഷനിലും അതിന്റെ മോളിൽ വരുന്ന മാഗ്മ കൂൾ ചെയ്യും, പിന്നെ മോളിൽ വരുന്ന ലാഗ്മ കൂൾ ചെയ്യും. അങ്ങനെ പതുക്കെ പൊങ്ങി വന്ന് സീ ലെവലിന്റെ മുകളിൽ വരും. സോ ദെൻ യു ഗെറ്റ് എ ന്യൂ ഐലൻഡ്. അപ്പൊ അങ്ങനെ ഒരു വോൾക്കാനിക് ഐലൻഡ് ആർക്ക് ഉണ്ടാകും. നമ്മുടെ എന്താ പറയുക അലൂഷൻ ഐലൻഡ്സ്, അതുപോലെ തന്നെ ക്യൂറോ ഐലൻഡ്സ്, ഓൾ ദോസ് ജാപ്പനീസ് ഐലൻഡ്സ്, ഫിലിപ്പീൻ ഐലൻഡ്സ്, ആ ഒരു ആർക്ക് വരുന്നതൊക്കെ ദോസ് ആർ ഈ ഒരു ഓഷ്യൻ കൺവേർജൻസ് എന്നുള്ളത് വോൾക്കാനിക് ഐലൻഡ് ആർക്കാണ്. സോ ഇത് അതിൻ്റെ ഇച്ചിരി വലിയൊരു ഇമേജ് ആണെന്നേ ഉള്ളൂ ആസ് ടു ഹൗ ദിസ് ഹാപ്പൻസ്. ഒരെണ്ണം കൺവേർട്ട് ചെയ്യുന്നു, അല്ല ഒരെണ്ണം സബ്ഡക്ട് ചെയ്യുന്നു. സബ്ഡക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ഇറ്റ് പുഷസ് ദ മാഗ്മ ഓൾസോ അപ്പ്. ആൻഡ് അവിടെ വോൾക്കാനിക് ആയിട്ടുള്ള മൗണ്ടൻസും ഐലൻഡ് ആർക്സും ഒക്കെ ഉണ്ടാകുന്നു. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അലൂഷൻ ഐലൻഡ്സ്, കുറിൽ ഐലൻഡ്സ്, ജാപ്പനീസ് വൺ, ദ റിക്യൂ, ഫിലിപ്പീൻ ആർക്കൊക്കെ ആ ഒരു സൈഡിൽ. സോ ഓൾ ദീസ് ഐലൻഡ്സ് ആർ ഫോം ഡ്യൂ ടു ആൻ ഓഷ്യൻ കൺവേർജൻസ്. അപ്പോൾ അവിടെ കുറെ ഐലൻഡ്സ് ഉണ്ടാകും ഡ്യൂ ടു വോൾക്കാനിസം. സോ ഓൾ ദീസ് ഐലൻഡ്സ് ഹാവ് എ വോൾക്കാനിക് ഒറിജിൻ. ഇപ്പോഴും ഈ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് വോൾക്കാനോസും ഉള്ളത്. അപ്പം ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾക്കാനോസ് ഹാപ്പൻസ് ഇൻ ദ പ്ലേറ്റ് മാർജിൻസ് വേർ ocean and continent convergence happens. Second one is where ocean convergence also happens. അപ്പം അതിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നമ്മുടെ പസഫിക് റിംഗ് ഓഫ് ഫയർ ദാറ്റ് വിൽ സി. ദെൻ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ. സോ ഈ വോൾക്കാനോസ് ഒരു ബ്രോഡായിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ, ഒന്ന് പസഫിക് നമ്മുടെ റിംഗ് ഓഫ് ഫയർ ഉണ്ട്, പിന്നെ ദ മിഡ് ഓഷ്യാനിക് റിഡ്ജ് റീജിയൻ, ദ ഗ്രേറ്റ് റിഫ്റ്റ് റീജിയൻ, ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റിൽ, പിന്നെ വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ്സ്, അവിടെ ഗ്രേറ്റർ ആൻഡീസ്, ലെസർ ആൻഡീസ്, ആ ഒരു റീജിയനിലുണ്ട് കുറെ. ദെൻ ദ മെഡിറ്ററേനിയൻ വോൾക്കാനിസം വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ആൽപൈൻ ഫോൾഡ് മൗണ്ടൻസ്, പിന്നെ ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം. ഇങ്ങനെയാണ് നമ്മുടെ വോൾക്കാനോസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുത്താണത്. സോ ദാറ്റ് ഈസ് എന്താ പറയുക, ഈ വോൾക്കാനോയുടെ ഡിസ്ട്രിബ്യൂഷൻ അതൊരു ക്ലിയർലി ഡിഫൈൻഡ് പാറ്റേൺ ആണ്. എവിടെയൊക്കെ ഉള്ളതെന്ന് ദാറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. അല്ലാതെ ഓൾറെഡി പെട്ടെന്ന് പുതിയ വോൾക്കാനോസ് ഒന്നും ക്രിയേറ്റ് ആവുന്നില്ല. സോ ദീസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു റീജിയൻസ് ദാറ്റ് ഹാവ് ബീൻ ഇന്റൻസ്ലി ഫോൾഡഡ് ഓർ ഫോൾട്ടഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞത്, അതായത് ആ റീജിയനിൽ ഇന്റൻസീവ് ഫോൾഡിങ്ങോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വോൾക്കാനിസത്തിന് ഉള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് ആ ഫോൾഡിങ്ങോ നടന്നു കഴിയുമ്പോൾ അവിടുത്തെ ലെയേഴ്സ് വീക്ക് ആവും, അതിലെ മാഗ്മയ്ക്ക് സർഫസിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. സോ അവിടെ ഇന്റൻസീവ് ആയിട്ടുള്ള ഫോൾഡിങ് നടന്നിട്ട് വോൾക്കാനിസത്തിന് ചാൻസ് കൂടുതലാണ്. ദെൻ എന്താ പറയുന്നത്, ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് കോസ്റ്റൽ മൗണ്ടൻ റേഞ്ചസിലും, ഇല്ലെങ്കിൽ ഓഫ് ഷോർ ഐലൻഡ്സും, ഇല്ലെങ്കിൽ മിഡിൽ ഓഫ് ഓഷ്യൻസും ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. വോൾക്കാനിസം ഈസ് മോർ പ്രൊണൗൺസ്ഡ് ഓർ ഒരു മോർ ഡെൻസിറ്റി നമുക്ക് കാണുന്നത് ഇൻ ദ കോസ്റ്റൽ മൗണ്ടൻ റേഞ്ചസ്. സെക്കൻഡ് വൺ ഈസ് ഓഫ് ഷോർ ഐലൻഡ്സ്, പിന്നെ ഓഷ്യൻസിന്റെ മിഡിൽ. ഇന്റീരിയർ ഓഫ് കോണ്ടിനെന്റ്സിൽ അത് വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദാറ്റ് യു ഹാവ് ഈസ്, ഓക്കെ, അവിടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ഇന്റീരിയർ ഓഫ് കോണ്ടിനെന്റിൽ വോൾക്കാനോസ് ഫോം ചെയ്യാനുള്ള ചാൻസ് കുറയാൻ കാരണം എന്താണ്? The interior of continents have a very few number of volcanoes. Explain as to why the volcanoes are less. സാർ, അത് വെള്ളം ഉള്ളതുകൊണ്ട് അത്ര ചൂടാവാത്തതാണ്. അതായത് കോണ്ടിനെന്റ് ഇന്റീരിയറിൽ എവിടുന്ന വെള്ളം? അതല്ല സാർ, അതിന്റെ ഓഷ്യാനിക്കലാകുമ്പോ അവിടെ ഇത് കുറവായിരിക്കുമല്ലോ മൊത്തത്തിൽ ടെമ്പറേച്ചർ. അപ്പൊ അതുകൊണ്ടാണ് അതോ ക്രസ്റ്റ് ചെറുതായതുകൊണ്ടാണ്. അവിടുത്തെ ഓഷ്യാനിക് ക്രസ്റ്റ് ചെറുതല്ല, പ്ലേറ്റ് സൈസ്. My question was interior of the continent. കോണ്ടിനെന്റുകളുടെ ഇന്റീരിയറിൽ വോൾക്കാനോസ് കുറവാണ്. അതിന്റെ റീസൺ ഞാൻ ചോദിച്ചേക്കുന്നത്.
സർ പറയൂ. മാർജിൻസിൽ കൂടുതലായിട്ട് ഇത് കാണാൻ പറ്റുമോ? ഓക്കെ. ഓക്കെ, മാർജിൻസ് ആണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഇന്ത്യ പ്ലേറ്റ് മാർജിൻസ് വരാമല്ലോ. പകുതി ആൻസർ കറക്റ്റ് ആണ്. ആ കിട്ടിയ പോയിന്റ് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് നോക്കുക. ആദ്യം വോൾക്കാനോസ് എങ്ങനെ ഫോം ചെയ്യുന്നു, പിന്നെ നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സോട് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. വൈ ആർ ദ ലെസ് ഇൻ നമ്പർ ഓൺ കോണ്ടിനെന്റ്സ്? ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം എന്താ പറയുന്നത്, ബാക്കി നമ്മളിപ്പോൾ പഠിച്ചെല്ലാം കൺവേർജൻസ് ആണ്. നമുക്ക് അപ്പോൾ കോണ്ടിനെന്റ് നടക്കുന്ന ഇറ്റ് ഈസ് ഓൾറെഡി എ ബിഗ് കോണ്ടിനെന്റൽ പ്ലേറ്റ്. അവിടെ സംഭവിക്കുന്ന ഒന്നിന് കോണ്ടിനെന്റ് കൺവേർജൻസ് ആണ്. കോണ്ടിനെന്റ് കൺവേർജൻസ് നമ്മൾ പറഞ്ഞു, കാരണം രണ്ട് കോണ്ടിനെന്റ് ക്രസ്റ്റും വളരെ തിക്കാണ്. അവിടെ നമുക്ക് ഫോൾഡിങ് ആണ് ചാൻസ്. കാരണം ഫുള്ളി സബ്ഡക്ഷൻ നടക്കുന്ന ഒരു പാർട്ട് മാത്രം സബ്ജക്റ്റ് ആയിട്ട് ബാക്കി പാർട്ട് ഫോൾഡിങ് ആകുവാണ്. സോ അതിനടിയിലത്തെ മാഗ്മ ലെയർ എന്ന് പറഞ്ഞാൽ വളരെ താഴെയായിരിക്കും. സോ ഇറ്റ് കനോട്ട് ഈസിലി കം അപ്പ് ആൻഡ് ഫോം എ വോൾക്കാനോ ദർ. ഒന്നാമത്തെ പോസിബിലിറ്റി. ദെൻ ദ മേജർ പോസിബിലിറ്റി ഇസ് ദാറ്റ് ഒരു കോണ്ടിനെന്റിന്റെ നടുക്ക് ഒരു പ്ലേറ്റ് ബൗണ്ടറി വരാൻ ചാൻസ് കുറവാണ്. വരുവാണെങ്കിൽ തന്നെ അതൊരു ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറി ആയിരിക്കും. അപ്പോൾ കോണ്ടിനെന്റ് ഡൈവേർജൻസിൽ നമുക്ക് എന്താ സംഭവിക്കുക? എപ്പോഴും അവിടെ ഫോൾട്ട് ആണ് ഉണ്ടാകുന്നത്. ഓഷ്യാനിക് ഡൈവേർജൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ വോൾക്കാനോസ് ഉണ്ടാകും. പക്ഷേ കോണ്ടിനെന്റ് ഡൈവേർജൻസ് ആകുമ്പോൾ അവിടെ ഫോൾട്ട് ഉണ്ടായിട്ട് നടുവശം താന്ന് നമുക്ക് റിഫ്റ്റ് വാലീസ് ഒക്കെയാണ് കിട്ടുന്നത്. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി ഒക്കെ പോലെ. സോ അതിലും വോൾക്കാനിസത്തിന്റെ, കാരണം ക്രസ്റ്റിന്റെ തിക്നെസ് കാരണം ദിസ് വോൾക്കാനിസം ഈസ് നോട്ട് സോ പ്രബലന്റ് ദർ. പക്ഷേ ഈ പറഞ്ഞ ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസും ഓഷ്യൻ കൺവേർജൻസും ഒക്കെ വരുന്നിടത്ത് നമുക്ക് ഈ ബൗണ്ടറീസിലെ വോൾക്കാനിസത്തിന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് ശ്രദ്ധിക്കേണ്ട, നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളിൽ ഇതിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ ഈസ് ഇൻ ദ റീജിയൻ നോൺ ആസ് ദ പസഫിക് റിംഗ് ഓഫ് ഫയർ. വേൾഡിലെ ആക്റ്റീവ് വോൾക്കാനോസ് വരുമ്പോൾ 2/3 കിടക്കുന്നത് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ആ റീജിയനാണ്, പസഫിക് ഓഷന് ചുറ്റുമുള്ളത്. അറ്റ്ലാന്റിക് കോസ്റ്റിൽ വളരെ കുറവാണ്. അതിൽ തന്നെ ആക്റ്റീവായിട്ട് കുറവാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഐദർ ഡോർമന്റ് ഓർ എക്സ്റ്റിങ്ക്റ്റ്. ഓക്കെ, പിന്നെ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത് മെഡിറ്ററേനിയൻ റീജിയൻ ആണ്. കാരണം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതൊക്കെ ഒരു ഓഷ്യൻ കോണ്ടിനെന്റ് മാർജിനാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ മെഡിറ്ററേനിയൻ റീജിയൻ. അവിടെ ഉള്ളത് നമ്മുടെ ആൽപൈൻ മൗണ്ടൻ ഫോൾസിനോട് എന്താ പറയുക ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വോൾക്കാനോസ് ആണ്. നമ്മുടെ വെസൂവിയസ് ഓർ എറ്റ്ന ഇൻ സിസിലി, സ്ട്രോംബോർലി, all these volcanoes are formed in the alpine ആ ഒരു മെഡിറ്ററേനിയൻ റീജിയനിൽ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആഫ്രിക്കയിൽ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയോട് അടുത്ത് നമുക്ക് മൗണ്ട് കിലിമഞ്ചാരോ ഒക്കെ ഉണ്ട്. സോ അഗൈൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഈസ്റ്റ് ആഫ്രിക്കൻ സിസ്റ്റം. സോ വേൾഡിലെ ബേസിക് വോൾക്കാനോസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഉള്ളതാണ് നമ്മുടെ ആൻഡമാൻ, അതൊക്കെ അതിന്റെ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടൊക്കെ കിടക്കുന്നതാണ്. സോ ദോസ് ആർ ദ ബേസിക് മേജർ വോൾക്കാനിക് എന്താ പറയുന്ന ബെൽറ്റ്സ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ആണോ? അപ്പം നമ്മൾ പറഞ്ഞു ഒന്ന് പസഫിക് റിംഗ് ഓഫ് ഫയർ, പിന്നെ മിഡ് ഓഷ്യനിക് റിഡ്ജ്, ഗ്രേറ്റ് റിഫ് റീജിയൻ, പിന്നെ വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ്സിലുണ്ട്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. ദെൻ മെഡിറ്ററേനിയൻ വോൾക്കാനോസ് നമ്മൾ നോക്കി. ദെൻ ഹോട്ട് സ്പോട്ടിങ് നമുക്ക് വരാൻ ലാസ്റ്റ്, കാരണം അത് ഒരു പോയിന്റിൽ പറയണ്ട അവിടെ. ഓക്കെ, അപ്പം ഒന്ന് നമ്മുടെ പസഫിക് റിംഗ് ഓഫ് ഫയർ. ഓക്കെ, so this region is what contains the highest percentage of volcanoes, the highest concentration. On the western side you have this arc starting from the Equatorial Islands all the way down to New Zealand side വരെ ഉള്ളത്. And on the eastern side നമ്മുടെ എന്താ പറയുക അമേരിക്കൻ കോർഡിനയുടെ കൂടെ വരുന്ന, കാരണം അതും ഒരു ഓഷ്യൻ കോണ്ടിനെന്റ് മാർജിൻ ആണ് ഇങ്ങനെ വരെയുള്ളത് നമുക്കുണ്ട്. ദിസ് വി ഹാവ് ഓൾറെഡി സീൻ. നമ്മൾ മാപ്പ് സ്റ്റഡി നടത്തിയപ്പോൾ ഈ മലയെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇല്ലേ? കാരണം ഇത് ആ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ വെസ്റ്റേൺ സൈഡാണ്, അലൂഷൻ ഐലൻഡ്സിലൂടെ. ഈ എല്ലാ ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ മറ്റേ ഇമേജ് കണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ,
ദെൻ ഓൺ ദ റൈറ്റ് സൈഡ് നമുക്ക് അമേരിക്കൻ കോളറോട് ബന്ധപ്പെട്ട കാസ്കേഡ് റേഞ്ചസും പിന്നെ ഇവിടെ വരുന്ന റേഞ്ചസ് ഉണ്ട്. ദെൻ ടുവേർഡ്സ് ദ ആൻഡീസിന്റെ ഉള്ള വോൾക്കാനോസും. സോ ആസ് എ റിംഗ് ഓഫ് ഫയറിലുള്ള വോൾക്കാനോസ് ഈസ് വാട്ട് യു ഹാവ് ദർ. പിന്നെ ഉള്ളത് മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ. സോ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, കാരണം അതൊരു സ്പ്രെഡിങ് സെന്റർ ആണ്. ആ ഒരു കൺവെക്ഷൻ കറണ്ട് മൂലം എന്താ പറയുക, ആദ്യം ഒരു ബൾജ് ക്രിയേറ്റ് ആവും, പിന്നെ അത് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് തിന്നായി വന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് ഈ മാഗ്മ വന്നിട്ട് അവിടെ ഫില്ലാവും, അത് സോളിഡിഫൈ ആവും. പിന്നെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് എ റീജൺ ഓഫ് എന്താ പറയുന്നത് ഒരു വോൾക്കാനിസം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന വെച്ചാൽ, ഇത് രണ്ട് ഓഷ്യൻ പ്ലേറ്റ് ഡൈവേർജ് ചെയ്യുമ്പോൾ രണ്ട് പോസിബിലിറ്റിയാണ്. ഇതൊരു ഡൈവേർജൻസിന്റെ സെന്റർ. ഇത് അവിടെ ഡൈവേർജ് ചെയ്യുമ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കൺവേർജ് ചെയ്യണമല്ലോ. സോ കൺവേർജ് ചെയ്യുന്നത് ഒരു കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ ലാൻഡ് മാസിലുള്ള വോൾക്കാനോസ് ഉണ്ടാകാം. കാരണം ഇതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ലാൻഡ് മാസിലുള്ള വോൾക്കാനോസ്. ഇനി അഥവാ അത് വേറൊരു ഓഷ്യാനിക് പ്ലേറ്റുമായിട്ടാണ് പോയി ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പുറത്തേത് നിങ്ങൾക്കൊരു ഐലൻഡ് ആർക്കും കിട്ടാം. സോ ഓൾ ദീസ് ത്രീ പോസിബിലിറ്റീസ് ആർ ഇന്റർറിലേറ്റഡ്. ഒരു മിഡ് ഓഷ്യനിക് റിഡ്ജ് ഫോർമേഷൻ അത് സ്പ്രെഡ് ചെയ്യുന്നു. ഈ പ്ലേറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന പ്ലേറ്റ് ഏതാണ്, അതുമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് അവിടെ നിങ്ങൾക്ക് വോൾക്കാനോസ് ഉണ്ടാവാം. ഓക്കെ, ഓക്കെയാണോ? സാർ ഓക്കെ. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഓഷ്യൻ ഡൈവേർജൻസ്. നമ്മളിവിടെ കണ്ടത് തന്നെയാണ് ഈ മിഡ് ഓഷ്യനിക് റിഡ്ജ് ഒക്കെ ഉണ്ടാകുമ്പോൾ. സോ ദാറ്റ് വിൽ ഫോം ദ ഈ റിഡ്ജ് സിസ്റ്റം. നമ്മൾ കണ്ട ഏറ്റവും ലാർജസ്റ്റ് റിഡ്ജ് സിസ്റ്റം വിച്ച് ഇസ് ഓൾസോ ഒരു ബെൽറ്റ് ഓഫ് ഒരു വോൾക്കാനിസം ആണ്. സോ വാട്ട് ഈസ് ഇറ്റ് ഹാസ് എ ബസാൾട്ടിക് ലാവ ഫ്ലോ. കാരണം ഓഷ്യൻ്റെ അടിയിലുള്ള ആ ക്രസ്റ്റ് തിന്നാണ്, അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ലാവ ഈ ബസാൾട്ടിക് റോക്കിൽ നിന്നുള്ളതാണ്. സോ ഇറ്റ് ഫോംസ് എ ഫെറോ മാഗ്നസ് ക്രസ്റ്റ്. നമുക്കൊരു ഡീപ് സീ മിനറൽസ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യയുടെ മിനറൽ സോഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. പിന്നെ ഉള്ളത് നമ്മുടെ മെഡിറ്ററേനിയൻ വോൾക്കാനിസം ആണ്. സോ അത് നമ്മുടെ റെസിഡ്യൂൽ പാർട്ട്, ഒന്ന് നമ്മുടെ ടെത്തിസിയുടെ റെസിഡ്യൂൽ പാർട്ടും പിന്നെ ഇപ്പോഴത്തെ അവിടുത്തെ സ്പ്രെഡിങ് പാർട്ടുമാണ്. സോ ആഫ്രിക്കൻ ലൊറേഷ്യ ഒക്കെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കുറെ ഹോൾഡിംഗ് ഒക്കെ നടന്നിട്ട് വോൾക്കാനിസം ഉണ്ടായി. അത് എന്താ പറയുന്നത്, ഇങ്ങനത്തെ സ്പെയിൻ തൊട്ട് ഇങ്ങനെ നമ്മുടെ മറ്റേ കൊക്കേഷ്യൻ മൗണ്ടൻസ് ഉണ്ടല്ലോ ആ ബൗണ്ടറി വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഇടയ്ക്ക് നോക്കിയ വെച്ചുള്ള വേറെ കൊക്കേഷ്യൻസ് ആ ആ ഒരു ബെൽറ്റിൽ വരുന്നിടത്താണ് നമുക്ക് ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ വോൾക്കാനോസ് ഉള്ളത്. സോ അതും പ്ലേറ്റ് കൺവേർജൻസ് കാരണമാണ്. ഓക്കെ, അത് നമ്മുടെ വോൾക്കാനോസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ നോക്കേണ്ടത് ഒന്ന് പസഫിക് റിംഗ് ഓഫ് ഫയർ. അപ്പം അതിൽ നിങ്ങൾ മാപ്പിൽ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോൾക്കാനോസിന്റെ ലൊക്കേഷൻസ് എടുത്ത് വെച്ചേക്കാം. ഐ പ്രൊവൈഡ് യു എ ലിസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വോൾക്കാനോസ് ഇൻ ദ നോട്ട്സ് whenever I give you, but try to find out all those places on a map. One by one ആയിട്ടല്ല, but which are important ones. Okay, then the mid oceanic ridge volcanoes in a Great Rift region and West Indian islands. Then you have the Mediterranean volcanism. Okay, അവിടെ നമ്മുടെ യൂറേഷ്യൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും തമ്മിലുള്ള ഇത് വന്നിട്ട് നമുക്ക് മെഡിറ്ററേനിയൻ വോൾക്കാനിസം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മൗണ്ട് സ്ട്രോംബോളി ഈ ഒരു ടേം ഇറ്റ് ഈസ് നോൺ ആസ് ദ ലൈറ്റ് ഹൗസ് ഓഫ് ദ മെഡിറ്ററേനിയൻ. വൈ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇൻ റീജിയൻ? എനി മേജർ റീസൺ ഫോർ ദാറ്റ്? ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, കാരണം അതിൽ ഇപ്പോഴും വോൾക്കാനിക് ആക്ടിവിറ്റീസ് കണ്ടമാനം നടക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾവേസ് എന്താ പറയുന്നത്, അതൊരു റെഡ് ഒരു ഗ്ലോ ഉണ്ടാവുമായിരുന്നു. സോ വെൻ വ്യൂ ഫ്രം അഫാർ ഒരു ലൈറ്റ് ഹൗസിന്റെ ഫീലിംഗ് കൊടുക്കുന്നുണ്ടാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ആൻ ആക്റ്റീവ് വോൾക്കാനോ. അഗൈൻ വെസൂവിയസ്, എറ്റ്ന, ഓൾ ദീസ് ആർ ആക്റ്റീവ് വോൾക്കാനോസ് ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, ഇതാണ് ദ മെഡിറ്ററേനിയൻ വോൾക്കാനിക് സിസ്റ്റം. ഇത്രയും ഒരു റീജിയനിൽ വരുന്നതാണ് മെഡിറ്ററേനിയൻ സീയും ഏഡിയാറ്റിക് സീയുടെ അപ്പുറത്തും ഇപ്പുറത്തും താഴെ മെഡിറ്ററേനിയൻ സീ ഉണ്ട്. ഓക്കെ, സോ ഇതൊരു പ്ലേറ്റ് കൺവേർജൻസ് റീജിയൻ ആണ്. അവിടെ ഒരു ഓഷ്യന്റെ പ്രസൻസ് കൂടെ ഉള്ളതുകൊണ്ട് യു ഹാവ് ദ ഫോർമേഷൻ ഓഫ്
വോൾക്കാനോസ് ദർ. പിന്നെ ഗ്രേറ്റ് റിഫ്റ്റ് റീജിയൻ, നമ്മുടെ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമുക്ക് റെഡ് സീയുടെ സൈഡിലുള്ള വോൾക്കാനോസും ദെൻ ഈ താഴത്തേക്കുള്ള വോൾക്കാനോസും ഉണ്ട്. സോ അഗെയിൻ ഇതൊക്കെ നമ്മുടെ മാപ്പിലുണ്ട്. വൺ ഈസ് മൗണ്ട് കിളിമഞ്ചാരോ, വൺ ഈസ് മൗണ്ട് കെനിയ, ഓൾ ദോസ് ആർ വോൾക്കാനോസ്. ദെൻ റെഡ് സീയുടെ ആ ബോർഡറിലുള്ള ഇതും. ഓക്കെ, ഈ റീജിയൻസ് ഒക്കെ മനസ്സിലായോ? നമുക്ക് മാപ്പിൽ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒന്നീ വേൾഡിൻ്റെ ഔട്ട്ലൈൻ മാപ്പ് കുറച്ച് കോപ്പി പ്രിന്റ് എടുത്ത് വെക്കുക. അപ്പോൾ അതിൽ ഓരോന്ന് വോൾക്കാനിക് മാപ്സ്. അപ്പോൾ അതിൽ തന്നെ ഒന്നത്തിൽ നിങ്ങൾ റിംഗ് ഓഫ് ഫയർ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പറ്റണം. ഇല്ല പിന്നെ അറ്റ്ലാന്റിക് സൈഡിലാണെങ്കിൽ ആ അമേരിക്കയോട്ട് താഴെ വരെ വരുന്ന ആ കോൾഡറയുടെ സൈഡിലേത്. അപ്പോൾ അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീ ആണെങ്കിൽ ആ നടുക്കുള്ള എന്താ പറയുക സ്പെയിൻ, ഇറ്റലി, ഗ്രീസ് ആ സാധനം വരച്ച് വെച്ചിട്ട് ഇപ്പോഴത്തെ ടിറേനിയൻ സീയും അപ്പുറത്തെ അറ്റ്ലാന്റിക് സീയും അതിന് നടുക്കുള്ള വോൾക്കാനിസം. റിഫ്റ്റ് വാലിയിൽ വരുമ്പോൾ റെഡ് സീ കാണിക്കുക, ആഫ്രിക്കൻ കോണ്ടിനെന്റ് അറ്റം കാണിക്കുക, റിഫ്റ്റ് കാണിക്കുക, അവിടുത്തെ വോൾക്കാനിസും മുകളിലെ 2-3 വോൾക്കാനിസും ജസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്യാൻ പഠിക്കുക. മീൻസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല സ്കെച്ച് ചെയ്യേണ്ടത്, ബട്ട് ആ ഒരു റഫ് ഷേപ്പ് ഒക്കെ വരയ്ക്കാൻ നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, പിന്നെ ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ദിസ് ഇസ് എന്താ പറയുന്ന ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് വോൾക്കാനിസം ആണ്, ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമുക്ക് കോണ്ടിനെന്റ് മാർജിൻസിലല്ലാതെ ലിത്തോസ്ഫിയറിൽ നമ്മുടെ ഡെക്കൻ ട്രാപ്സിലൊക്കെ കണ്ടേക്കുന്നത് ഈ ഹോട്ട്സ്പോട്ട് വോൾക്കാനിസമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ മാന്റിൽ ബൗണ്ടറിയിൽ ചിലടത്ത് ഭയങ്കര അനോമലസ് ആയിട്ട് ഹൈ ഹീറ്റ് കാണാം. ദിസ് ഹീറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ഫർ ടു ദ എർത്തിന്റെ ഔട്ടർ ലെയേഴ്സിലേക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആയി വരാം. സോ വെൻ ദിസ് ഹീറ്റ് ഇസ് കണ്ടക്റ്റഡ് ഔട്ട്, അത് എർത്തിന്റെ ആ ക്രസ്റ്റിന്റെ ഒക്കെ താഴെ വരുമ്പോൾ അവിടെ കമ്പയർ ടു വാട്ട് ഈസ് ഇൻസൈഡ് ദ എർത്ത് അവിടെ പ്രഷർ ഭയങ്കര കുറവാണ്. ഈ ഹൈ ഹീറ്റും വരുമ്പോൾ അവിടുത്തെ റോക്സ് പെട്ടെന്ന് മെൽറ്റ് ചെയ്യും. ആൻഡ് ദിസ് എന്താ പറയുന്നത്, ഇതാണ് ഇതിന്റെ ശരിക്കും ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ ഇതിൽ ആഡ് ആയില്ല ഇതുണ്ടാക്കിയപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇത്രയും പോയിന്റ്സ്, ദാറ്റ് ഈസ് ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം ഈസ് ഡിഫറെൻറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ടൈപ്സ്. കാരണം ഒന്നാമത് ബേസിക്കലി ഇത് കോണ്ടിനെന്റ് മാർജിൻസിലല്ല ഉണ്ടാകുന്നത്. അതായത് പ്ലേറ്റ് മാർജിൻസിനോട് ഇല്ല, പ്ലേറ്റിന്റെ ഇൻട്രാക്ഷൻ മാർജിൻസിനുള്ള ഇൻട്രാക്ഷന്റെ റീസൺ ആയിട്ട് ഉണ്ടാകുന്ന വോൾക്കാനിസം അല്ല ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം. ദെൻ ഇത് എർത്തിന്റെ ഇറ്റ്സ് എ റീജിയൻ വിത്തിൻ ദ എർത്ത്സ് മാന്റിൽ ഫ്രം വിച്ച് ഹീറ്റ് റൈസസ് ത്രൂ ദ ഫോഴ്സ് ഓഫ് കൺവെക്ഷൻ. സാധാരണ നമുക്ക് ഈ വോൾക്കാനിസത്തിന് വേണ്ടതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ എയ്സ്തനോസ്ഫിയറിൽ നിന്നാണ്. എയ്സ്തനോസ്ഫിയർ ഈസ് ദ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ മാന്റിൽ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ മാന്റിൽ, അവിടുന്ന് മാഗ്മയല്ല വരുന്ന ഹീറ്റാണ് മുകളിൽ. ചിലയിടത്ത് ഹീറ്റ് ഭയങ്കര കൂടുതലായിട്ട് ദിസ് ഹീറ്റ് ഗെറ്റ്സ് കണ്ടക്റ്റഡ്. ആ ഹീറ്റ് വന്നിട്ട് മുകളിലെ റോക്കിനെയൊക്കെ അത് മെൽറ്റ് ചെയ്യുന്നു, which he rises to the force of convection, and then the melted rocks മോളിൽ വന്നിട്ട് റോക്കിനെ മെൽറ്റ് ചെയ്ത് then the melted rocks known as magma pushes through the cracks in the crust to form volcanoes. ഓക്കെ, ഇത് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? സംശയം ഉണ്ടോ? സാർ ഇത് കോർഡിനേറ്റ്സിൽ ഇന്റീരിയർ വരുന്ന മാർജിനിലല്ലാണ്ട്? അതെ, മാർജിനല്ല, ഇത് നമ്മുടെ പ്ലേറ്റിന്റെ ഇന്റീരിയേഴ്സിലേക്കായിട്ട് വരുന്നത്. ഈ ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം കാരണമാണ് നമ്മുടെ ഡെക്കൻ ട്രാപ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇത് നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റ് ആണെന്ന് ഓർക്കുക, ഏതോ ഒരു പ്ലേറ്റ്. അപ്പം നമുക്കറിയാം പ്ലേറ്റ്സ് ആർ ഓൾവേസ് ഇൻ മോഷൻ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പ്ലേറ്റുകൾ ചെറുതായിട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഇതിനടിയിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ എർത്തിന്റെ അങ്ങടിയിൽ നമുക്ക് കോറും മാന്റിലും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോറും മാന്റിൽ, ഇത് കോറാന്ന് വെച്ചോ, അത് കഴിഞ്ഞ് അതിൻ്റെ മീതെ നമുക്ക് മാന്റിലുണ്ടെന്ന് ഓർത്തോളൂ. ഇതിൽ ഇവിടെ ചിലപ്പോൾ ഒരു ഭയങ്കര എന്തെങ്കിലും കാരണം ഒരു എന്താ ഇൻറ്റൻസീവ് റേഡിയോ ആക്ടിവിറ്റിയോ എനിത്തിങ് ക്യാൻ കോസ് എ
this region to become a very high temperature. We don't know why this temperature change exists, but an anomaly another. You get a very high temperature there. So what happens is that ഈ ടെമ്പറേച്ചർ സർഫസിലേക്ക് അപ്പോൾ അതൊക്കെ ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഇത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ കുറെ എന്താ പറയുക റോക്സ് ഉണ്ടാവും. ഇവിടെ കുറെ റോക്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഹീറ്റ് വന്നു കഴിയുമ്പോൾ ഈ റോക്ക് മെൽറ്റ് ആവും. എന്നിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള റീജിയൻ ആണല്ലോ. ലെറ്റ്സ് നോട്ട് ഡ്രോ ഇറ്റ് സോ തിൻ. ഈ ക്രസ്റ്റിൽ തെറ്റിപ്പോയെങ്കിലും കുഴപ്പമില്ല. ഈ ക്രസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ സോൺസ് ഓഫ് ചെറിയ വീക്ക്നെസ് കാണാം. ഈ വീക്ക് സോൺസിൽ കൂടെ ഇത് പതുക്കെ ഈ മാഗ്മ എർത്തിൻ്റെ സർഫസിലേക്ക് വരും. അപ്പം അത് എന്നിട്ട് ഇറ്റ് വിൽ പോർ ഔട്ട് സ്ലോലി ആൻഡ് ദെൻ ആ റീജിയനിൽ അതങ്ങോട്ട് സോൾഡിഫൈ ആവും. ഓക്കെ, ഇവിടെ അത് സോൾഡിഫൈ ചെയ്യും. പിന്നെ എന്ത് പറ്റും? ദ പ്ലേറ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് അല്ലേ, പ്ലേറ്റ് ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. സോ ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും പ്ലേറ്റിൻ്റെ ഈ റീജിയൻ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. സോ അഗെയിൻ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടായിട്ട് ഇവിടെ ഡിപ്പോസിഷൻ ഉണ്ടാവും. ഇത് ഇവിടെ തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് യു കീപ് ഓൺ ഗെറ്റിംഗ് എ വോൾക്കാനിക് ലാൻഡ് ഫോം. ഓക്കെ, സോ അതാണ് ഈ ഹോട്ട്സ്പോട്ട്. അതായത് ആ വോൾക്കാനിക് സെൻറ്റർ താഴെ സ്റ്റേഷനറി ആയിരിക്കും, മാൻറ്റിൽ പ്ലൂമിൻ്റെ അവിടെ വരുന്നത്. പക്ഷെ പ്ലേറ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാഗ്മ ഉണ്ടായിട്ട് അത് ഈ പ്ലേറ്റ് ഗ്യാപ്പിൽ കൂടെ മുകളിൽ വരും. അവിടെ എവിടെയായിട്ട് ഒരു എന്താ പറയുക ഒരു ലാർജ് ഏരിയയിൽ ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി നടന്നിട്ട് ഈ ലാവ ഫ്ലോ ചെയ്ത് യു ഗെറ്റ് എ solidified landform there. Okay, മനസ്സിലായോ? സർ സംശയമുണ്ടോ? ഹലോ, പറഞ്ഞോളൂ സർ. ഇപ്പം ഫസ്റ്റ് ഉണ്ടായ ഇത് കുറെ ഇപ്പം ഇതാവൂലേ, ഇനാക്റ്റീവായി മാറൂലേ? ഓക്കെ, ഇനാക്റ്റീവ് ആവും. മൂവ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവിടെ ഇനാക്റ്റീവ് ആവും. ഓക്കെ ആണോ? കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അതിൻ്റെ ഏറ്റവും ബേസിക് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിളാണ് നമ്മുടെ എപ്പോഴും നമ്മൾ പറയുന്ന ഡെക്കാൻ ട്രാപ്സ്. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ ഇതിങ്ങനെ സൗത്തിൽ നിന്ന് മൂവ് ചെയ്ത് വന്ന വഴിക്ക് നേരത്തെ മാപ്പിൽ കാണിച്ചു ആ റിയൂണിയൻ ഹോട്ട്സ്പോട്ട്, ദാറ്റ് ഈസ് എ ഹോട്ട്സ്പോട്ട്. ആ റിയൂണിയൻ ഹോട്ട്സ്പോട്ടിനെ ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് ഈ ലാവ മൊത്തം ഫ്ലോ ചെയ്ത് ഡെക്കാൻ ട്രാപ്പ് ഉണ്ടായത്. അത് ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് അത് പിന്നെ മുകളിലേക്ക് വന്ന് നമ്മുടെ എന്താ പറയുക ഏഷ്യയിൽ ബാക്കിയായിട്ട് ഇടിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആ റീജിയനിൽ വോൾക്കാനിസം ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ഹോട്ട്സ്പോട്ട് വോൾക്കാനിസമാണ് സംഭവിച്ചത്. ഈ ഹോട്ട്സ്പോട്ടിൽ നിന്ന് അത് മാറിക്കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരിക്കലും വോൾക്കാനിസത്തിന് ഒരു സ്കോപ്പ് ഉണ്ടാകുന്നില്ല. ഓക്കെ, അത് ഇതിലൂടെ പറയുന്നുണ്ട്. It occurs at the margin, and it occurs not at the margin but in the interior parts of the lithosphere. Earth's mantle from which convection. And they occur at abnormally mantle plumes. Then a volcano above a hotspot does not erupt forever. And attached to the tectonic plate below, the volcano moves and is eventually cut off from the hotspot. അപ്പോൾ ആ ടെക്ടോണിക് പ്ലേറ്റ് നീങ്ങി പോകുന്നതനുസരിച്ച് ഇറ്റ് ബിക്കംസ് കട്ട് ഓഫ് ഫ്രം ദ ഹോട്ട്സ്പോട്ട്. അപ്പോൾ ആ ഹോട്ട്സ്പോട്ട് ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു വേറെ റീജിയൻ ആയിരിക്കും, അവിടെ ആയിരിക്കും പിന്നെ വോൾക്കാനിസം നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ആ എന്താ പറയുക സോഴ്സ് എങ്കിൽ ഇതിങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ അവിടെ പിന്നെ സോഴ്സ് ഓഫ് ഹീറ്റ് ഒന്നുമില്ല. അപ്പോൾ വോൾക്കാനോ എക്സ്റ്റെൻഡ് ആയിട്ട് അത് കൂൾ ഡൗൺ ചെയ്തിട്ട് റോക്ക് ഫോർമേഷൻസ് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടതാണ്. കൊളംബിയയിലുള്ള സ്നേക്ക് പ്ലാറ്റോയും പിന്നെ നമ്മുടെ ഡെക്കാൻ ട്രാപ്സും. പിന്നെ ഇത് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഇവിടെ ഏതാ അപ്പോൾ വന്നേക്കുന്നത് അവിടെ പുതിയൊരു വോൾക്കാനോ ഡെവലപ്പ് ചെയ്ത് അവിടെ ഈ വോൾക്കാനിസം കണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് കിട്ടും, ഒരു ചെയിൻ ഇല്ലെങ്കിൽ ഒരു ആർക്ക് ഷേപ്പിൽ. പ്ലേറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് യു ഗെറ്റ് ഐദർ എ വോൾക്കാനിക് ചെയിൻ ഓർ എ വോൾക്കാനിക് ആർക്ക്. ഓക്കെ, അതെ, ഈ ഇമേജ് നമുക്കത് മനസ്സിലാവും. കാരണം ഇവിടെ ഈ പ്ലേറ്റ് ഈ സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. സോ ആദ്യം ഈ സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾക്കാനിസത്തിന്റെ ചെറിയൊരു ഇതുണ്ടായി. Next was this place, next was this place. As the plate keeps on moving, ഒരു ചെയിൻ ആയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇപ്പുറത്തേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അത് പിന്നെ കൂൾ ഡൗൺ ആയി, കാരണം പിന്നെ അതിന് താഴത്തുനിന്ന് വേറെ സോഴ്സ് ഒന്നുമില്ല. സോ
it cools down and it settles down. പിന്നെ അവിടെ volcanoes ഒന്നും ഉണ്ടാകുന്നില്ല. It becomes a balanced region. Okay, so that is what is a hotspot volcanic chain. നമ്മുടെ ഹവായിൻ ഐലൻഡ്സ് ഒക്കെ അങ്ങനെ ഒരു ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം കാരണം ഉണ്ടായതാണ്. സോ അതിലെ പല ഐലൻഡ്സ് ആണ് ആ ഒരു എർത്തിൻ്റെ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റിൻ്റെ ഡ്രിഫ്റ്റും ഹോട്ട്സ്പോട്ട് എന്നുള്ള ഇതും. സോ യു ഗെറ്റ് ഓൾ ദീസ് ഐലൻഡ്സ് in the form of the Hawaiian archipelago. Okay. Yeah. Hawaii, Maui. So these are the island chains. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ റിയൂണിയൻ ഐലൻഡ്സ്. റിയൂണിയൻ ഹോട്ട്സ്പോട്ട് is a volcanic hotspot which currently lies under the island of Reunion in the Indian Ocean. Huge eruption of this hotspot 66 million years ago is thought to have laid down the Deccan Traps. അപ്പം 66 million years ago ഇന്ത്യ അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഡെക്കൻ ട്രാപ്സ് ഉണ്ടായത്. As the Indian plate drifted north, hotspot continues to punch through the plate, creating a string of volcanic islands and undersea plateaus. അപ്പോൾ ഇന്ത്യ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ താഴെ ഉണ്ടായ നമ്മുടെ ഏതൊക്കെ ഐലൻഡ്സാണ് വന്നേക്കുന്നത്? ലക്ഷദ്വീപ്, മാൽഡീവ്സ്, സീഷെൽസ്, ഓൾ ദോസ് ഐലൻഡ്സ് ഹാവ് ബീൻ ഫോംഡ് ഇൻ ആർക്ക് ഡ്യൂ ടു ഈ പ്ലേറ്റ് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ ആയിട്ടുള്ള വോൾക്കാനിസം കാരണം. ഹോട്ട്സ്പോട്ട് വോൾക്കാനിസത്തിന്റെ നമുക്ക് രണ്ട് എക്സാമ്പിൾ വെച്ച് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ഹവായിൻ ഐലൻഡ് ചെയിന്, പിന്നെ ഫോർമേഷൻ ഓഫ് ഡെക്കൻ ട്രാപ്സ് ആൻഡ് ദ ഇന്ത്യൻ ഐലൻഡ്സ്. ഓക്കെ, ഈ ഇമേജ് തന്നെ നമ്മൾ നേരത്തെ കണ്ടു. കാരണം ഇതിങ്ങോട്ട് പോയ വഴിക്ക് മാൽഡീവ്സ്, ഷാഗോസ്, ഓൾ ദീസ് ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ഓൾ ദീസ് ഐലൻഡ്സ് വർ ഫോം ഡ്യൂ ടു ഈ റിയൂണിയൻ ഹോട്ട്സ്പോട്ടിൻ്റെ അതിൽ നമ്മൾ അങ്ങോട്ട് പോയതുകൊണ്ട്. ഓക്കെ, ദെൻ ഒരു ടേം ഉണ്ട്, നമ്മളത് ഓഷ്യനിൽ പഠിക്കും. ഇത് പറഞ്ഞ അറ്റോൾ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? വാട്ട് ഈസ് ആൻ അറ്റോൾ? വാട്ട് ഈസ് ആൻ അറ്റോൾ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ടെക്സ്റ്റിൽ? ഓക്കെ, എങ്കിൽ നമ്മൾ ഈ ഇമേജിൽ കാണുന്ന ഇതൊക്കെയാണ് അറ്റോൾസ്. കാരണം എന്താ പറയുന്നത്, ഒരു വോൾക്കാനോയുടെ കോൺ ആദ്യം സർഫസിൽ കാണും. ദെൻ അത് ഈ വോൾക്കാനിസം നിന്ന് കഴിയുമ്പോൾ അതൊരു ഐലൻഡായി മാറും. ആൻഡ് സച്ച് ഐലൻഡ്സ് ആർ കോൾഡ് അറ്റോൾസ്. അത് കുറേയൊക്കെ സബ്മേർജ് ആയി പോകും. സോ അത് നമ്മൾ ഓഷ്യനോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. ദ ഹോട്ട്സ്പോട്ട് റിമൈൻ ക്വൈറ്റ്. പിന്നെ ഏതാണ്? യെസ്. അപ്പം അതായത് ഇന്ത്യ പാസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് കുറേ നാളത് എന്താ പറയുക, ഇറ്റ് വാസ് ഇൻആക്റ്റീവ്. പിന്നെ അപ്പോഴത്തേക്കും പ്ലേറ്റ് കുറേ മൂവ് ചെയ്തു. പിന്നെ അത് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും താഴെ വേറെ കുറേ ഐലൻഡ്സ് ആണ് ഉണ്ടായത്. ദോസ് ആർ ദ മാസ്പ്രീൻ ഐലൻഡ്സ്, മൗറീഷ്യസ്, ആ ഐലൻഡ്സ് ഒക്കെ റിയൂണിയൻ ഐലൻഡ്സ് ഒക്കെ ഉണ്ടായത്. അതൊരു കണ്ടിന്യൂസ് ചേഞ്ച് ഓഫ് ഐലൻഡിന്റെ ഫോർമേഷന് അത് കാര്യമാണ്. ഓക്കെ, സോ നമ്മുടെ വോൾക്കാനിസം ഇത്രയാണ്. ഈ ടോപ്പിക്സിൽ ഡൗട്ടുള്ള ഏതെങ്കിലും റീജിയൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഇപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കാൻ ടൈമുണ്ട്, ക്വിക്ക് റിവിഷനുള്ള ടൈമുണ്ട്. NCERT-യിൽ ഒരു 2 പേജിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് വിടണ്ട, അത് അതുപോലെ പഠിച്ചുകൊള്ളുക. ആഫ്റ്റർ ദാറ്റ് വിൽ സി വാട്ട് ക്യാൻ ബി, അതിൽ ആഡ് ചെയ്യാനുള്ള ഇത് നമുക്ക് നോട്ട്സിൽ തന്നോളാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയും കവർ ചെയ്തതിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള റീജിയൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ കൊണ്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമുണ്ട്, 5 മിനിറ്റ് ഉണ്ട്. ഏതെങ്കിലും റീജിയൻ ഒന്നുകൂടെ നോക്കാനുണ്ടോ? എല്ലാവർക്കും എല്ലാം ഓക്കെ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. Tomorrow we'll move to the exogenic forces. Another 2 days for that, and we'll complete the exogenic forces. Okay. So thank you for being online. നമുക്ക് പതുക്കെ അടുത്ത ടോപ്പിക്ക് നാളെ കവർ ചെയ്യാം. See you guys tomorrow.
താങ്ക് യു സർ. താങ്ക് യു സാർ.